Good evening. എല്ലാവർക്കും ഫ്രൈഡേ ലൈവിലേക്ക് സ്വാഗതം. കുറച്ചൊരു ഹിക്കപ്പ് ഉണ്ടായിരുന്നു ഇന്ന് ബിഗിനിങ്ങിൽ, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഡിലേ ആയത്. ഞങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ കുറച്ച് സ്പീഡും ഇഷ്യൂസും ഒക്കെ ആയിരുന്നു കാര്യം. അപ്പോൾ നമ്മൾ 2024 ലാസ്റ്റത്തെ ലൈവ് ആയിരിക്കും ഇത്. അത് കഴിഞ്ഞ് നമ്മൾ 2025 അടുത്ത ലൈവ് വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ക്രിസ്മസിൻ്റെ ഇടയിൽ ലൈവ് പറ്റൂല. കാരണം ക്രിസ്മസ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കല്യാണങ്ങളുടെയും എൻഗേജ്മെൻറ്റ്സിൻ്റെയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ബഹളങ്ങളാണ്. എൻ്റെ അനിയത്തി, ഷീസ് ഇൻ ഓസ്ട്രേലിയ, ഷീസ് കമ്മിങ്, അവർ ഫാമിലി ഈസ് കമ്മിങ്. അവളുടെ മൂത്തയാളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആ സമയത്തെ ഒരു എൽഡർ സിസ്റ്റർ എന്ന നിലയിൽ ഞാൻ ശരിക്കും ഇൻവോൾവ് ആകേണ്ട ഒരു ഫങ്ഷൻ ആയതുകൊണ്ട് വി ആർ ഓൾ എക്സൈറ്റഡ്. ആൻഡ് ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ കല്യാണം. അപ്പോൾ നിങ്ങളുടെ എല്ലാം ബ്ലെസ്സിങ് വേണം. ദ ഫസ്റ്റ് ഞങ്ങളുടെ കുട്ടികളിൽ ആദ്യം അവളാണ് വിവാഹം കഴിക്കുന്നത്. എനിക്ക് രണ്ട് അനിയത്തിമാരാണ്. അതിൽ ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ഐ ഹാഡ് ഓൾവേസ് ഫെർട്ടിലിറ്റി ഇഷ്യൂസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്മസിന് ലൈവ് ഉണ്ടായിരിക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ ന്യൂ ഇയറിൽ നമ്മൾ എന്താ പറയുക, തേർഡാണെന്ന് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 2025 നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കായിട്ടുള്ള ക്രിസ്മസ് മെസ്സേജസും ന്യൂ ഇയർ മെസ്സേജസും ഒക്കെ ഞാൻ വീഡിയോസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് ക്രമമായിട്ട് തന്നെ എത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈവിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ലൈവിലേക്ക് കിടക്കുമ്പോൾ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. യെസ്, ദർ ആർ മെസ്സേജസ് മോർ. Nasser, good evening ma'am, how are you? I'm fine Nasser, you are also doing fine I hope. Elsamma, Joe's waiting, okay, thank you Elsamma. Safia TP, good evening ma'am, good evening, lots of love. Nirmala Raju, hi ma'am, love you too. Suguna C, hi ma'am, love you too. Abhi, hi ma'am, hi Abhi. Husna, hi. മലയാളിക്കട, ഹലോ, ഹായ്. മലയാളിക്കട കുറേ നാളായിട്ടെന്ന് തോന്നുന്നു കാണുന്നത്. മലയാളിക്കട എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഓർക്കുമല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്, അത് നമുക്ക് പതുക്കെ വായിക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ തുടങ്ങാം അല്ലേ? നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അലിമണിയാണ് ഇന്നത്തെ ടോപ്പിക്. സ്റ്റക്കായി വീഡിയോ. Sorry, there is some problem. Okay, so no video. Something is not working. Yeah. Sorry about that. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് അലിമണിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അലിമണി പ്രത്യേകിച്ച് നമ്മുടെ അതുൽ എന്ന് പറയുന്ന ഒരാളുടെ കേസ് നമുക്കറിയാം. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു IT പ്രൊഫഷണൽ ആൻഡ് ഹിസ് വൈഫ്. ഇതിനെക്കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, മേ ബി വി നീഡ് ടു ടോക്ക് അബൌട്ട് ദിസ് മോർ ഇൻ ഡീറ്റെയിൽ. ഇന്ത്യയിലെ ലോസ് എല്ലാം തന്നെ സ്ത്രീകൾക്ക് അനുകൂലമാണ്. യെസ്, ഇന്ത്യ ഈസ് എ ഫെമിനിസ്റ്റ് കൺട്രിയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേനും. പക്ഷേ നമുക്കറിയാം പ്രാക്ടിക്കലി ഫീമെയിൽസ് ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് പവർ, അവരുടെ പവർ. പക്ഷേ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള, അതുപോലെ മാക്യവലിസ്റ്റ് ആയിട്ടുള്ള, ഇതുപോലെ തന്നെ ആ രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകളാണ് പലപ്പോഴും ഈ ലോസിനെ യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ നമുക്ക് ജസ്റ്റിസ് കിട്ടണമെന്നുള്ള രീതിയിലുള്ള സ്ത്രീകൾ അത് യൂസ് ചെയ്യാറില്ല. പലപ്പോഴും ഈ സ്ത്രീകൾ ചെല്ലുമ്പോൾ പല സിസ്റ്റത്തിലുള്ളവരും അവരോട് പറയുന്ന, കുടുംബത്തിൽ പറഞ്ഞവരാരും ഇങ്ങനെ കേസ് നടത്തില്ല, നിങ്ങളെപ്പോലുള്ളവരൊന്നും അങ്ങനെ കേസിന് പുറകെ പോകരുത്, നിങ്ങൾക്ക് അങ്ങനെയാ പറ്റില്ല, ഇങ്ങനെയാ പറ്റില്ല. ഇവരെ പലപ്പോഴും പുറകോട്ട് മാറ്റി നിർത്തുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കേസിൻ്റെ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴത്തേനും ഇങ്ങനെയുള്ളവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലോ. വി നോ ദാറ്റ് വെൻ നമുക്ക് ഈ ഒരു നാർസിസിക് പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇതുള്ളവർ മാത്രമേ അതിനകത്ത് കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. ദ വീഡിയോ ഗോട്ട് സ്റ്റക്ക്, ട്രൈ അഗെയിൻ.
Again, sorry about that. I don't know. The system is having a little hiccups in the beginning itself. We had this. We'll see how things move. Please bear with me if there is some kind of hiccups happening. So, അപ്പോൾ നമ്മൾ അനിമലിയെ പറ്റി പറയുമ്പോഴത്തേനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. 498A ഡൗറി ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒത്തിരി മിസ്യൂസുകൾ നടക്കുന്ന ഒരു ഏരിയ ആണത്. നമ്മുടെ ഇവിടെ മാത്രമല്ല, വെസ്റ്റേൺ കൺട്രീസിലും എല്ലാം നമ്മൾക്ക് ഇതിൻ്റെ പ്രതിഫലനങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നത് ഡവറി വെച്ചിട്ടും ആണുങ്ങളെ അബ്യൂസ് ചെയ്യുന്നത് അലിമണി വെച്ചിട്ടും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഡൗറി എന്ന് പറയുന്നത് സ്ത്രീകളോട് പുരുഷന്മാർ വാങ്ങിക്കുന്ന ധനമാണ് അല്ലേ. നമുക്ക് ഗിഫ്റ്റായിട്ട് കല്യാണത്തിന് നിങ്ങൾ എന്ത് ഗിഫ്റ്റ് തരും, കുട്ടിക്ക് എന്താണ് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് അവർക്ക് എന്നെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ പ്രസൻ്റായിട്ട് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ വാങ്ങിച്ചെടുക്കുന്ന പുരുഷന്മാരില്ലേ. നല്ലപോലെ അബ്യൂസ് ചെയ്ത് നല്ലപോലെ അവരുടെ വീട്ടുകാരെ കടത്തിലാക്കി കരഞ്ഞ് വിളിച്ച് നിവൃത്തിയില്ലാതെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ അത്രയും വേദന അനുഭവിക്കുന്ന എത്രയോ വീട്ടുകാരുണ്ട്. വണ്ടി വേണം, സ്വർണം വേണം, പണം വേണം, അത് വേണം, ഇത് വേണം, വസ്തു വേണം, വീട് വേണം, ഗിവ് ദം എ ഫർണിഷ്ഡ് ഫ്ലാറ്റ് വേർ ദേ വർക്ക് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന ആണുങ്ങളുടെ വീട്ടുകാരില്ലേ. അവിടെ ആ രീതിയിൽ മാരേജസിൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ വീട്ടുകാരെ ആണുങ്ങളുടെ വീട്ടുകാർ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഡിവോഴ്സിൻ്റെ സമയത്ത് അലിമണി എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളുടെ വീട്ടുകാർ ആൺകുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നു, അവരുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു. ഇറ്റ്സ് ബരാബറുള്ള ഒരു ഫൈറ്റാണത്. പക്ഷേ വെൻ ഇറ്റ് ഈസ് കംസ് ടു ഡീസൻറ്റ് വെൽ ബിഹേവ്ഡ് അല്ലെങ്കിൽ എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ വരുമ്പോഴാണ് ഇത് പെയിൻഫുൾ ആകുന്നത്. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഇറ്റ്സ് എന്താ പറയുക, നമ്മൾ അതൊരു അക്സെപ്റ്റഡ് പ്രാക്ടീസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ ആണ്. അതിനകത്ത് അലിമണിയിലാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പിടിച്ചു വാങ്ങിച്ചെടുക്കാനായിട്ട്. മറ്റേതിനകത്ത് അങ്ങനെ അല്ലല്ലോ, സിസ്റ്റം അപ്രൂവ്ഡ് ആണ് സൊസൈറ്റിയിൽ. അതുകൊണ്ട് തന്നെ അത് കൊടുക്കുക എന്നുള്ളതും അത് കിട്ടുക എന്നുള്ളതും എന്തോ അവകാശങ്ങളും അധികാരങ്ങളുമായി മാറിയിരിക്കുന്ന സമയത്ത് ഇത്രയും സിസ്റ്റം ചേഞ്ച് ആയിട്ടും പെൺകുട്ടികൾ പഠിച്ചവർ ഇൻഡിവിജ്വലി അവർ ജോബ് ചെയ്യുന്നവരും എല്ലാമായിട്ട് പോലും അവർ ഏണിങ് കൊണ്ടുവരുന്നവരായിട്ട് പോലും ദ സിസ്റ്റം ഹാസ് നോട്ട് ചേഞ്ച്ഡ്. അപ്പം when you are forcing the lady to bring dowry, you need to think that alimony also is something that the women's right. Men say dowry is my right, then women can say alimony is my right അല്ലേ. പക്ഷേ ഇതിനകത്ത് അബ്യൂസ് വരുമ്പോഴാണ് നമുക്കെല്ലാവർക്കും പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അബ്യൂസ് വരുമ്പോൾ അത് പ്രശ്നമായിട്ട് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഓക്കെ തിങ്സ് ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ഇറ്റ് ഈസ് അഗെയിൻ ഗെറ്റ് സ്റ്റക്ക് ശ്രേയ, ബട്ട് ഐ എം ടോക്കിംഗ്. യാ, ഇസ് ഇറ്റ് ഇൻ്റർനെറ്റ് പ്രോബ്ലം? ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾക്കിങ്ങനെ ഒരു 498A ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അലിമണി എന്ന് പറയുന്നത് ഇസ് എ പ്രോബ്ലം. ദാറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഏരിയാസ് ഈവൻ ഇൻക്ലൂഡിങ് ഇന്ത്യ ഓർ ഇൻ ദ വെസ്റ്റേൺ കൺട്രീസ് ഇറ്റ് മോസ്റ്റ്ലി എ പെർസെൻറ്റേജ് ദാറ്റ് ഈസ് given to the wife. ഓക്കെ, അതിന് വേരിയസ് നമ്മളിങ്ങനെ പറയുന്ന കുറേ മാനദണ്ഡങ്ങളുണ്ട് അതിന് കേട്ടോ. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഫാമിലി കോർട്സിലൊക്കെ ഇരിക്കുന്നവർക്ക് പോലും പലപ്പോഴും എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ജഡ്ജസ് ഇല്ല. ഒരു ജഡ്ജിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത ജഡ്ജി മാറി വരും. അപ്പോഴത്തേനും വീണ്ടും അടുത്ത കാര്യങ്ങൾ തുടങ്ങും. നീട്ടിക്കൊണ്ടുപോകുന്ന പ്രശ്നങ്ങൾ. വേറെ ഏത് കേസൊക്കെ നീട്ടിക്കൊണ്ടുപോയാലും ഫാമിലീസിലെ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. കാരണം ഫാമിലി കോർട്ട് തന്നെ എസ്റ്റാബ്ലിഷ് അത് എത്രയും പെട്ടെന്ന് അവരുടെ കേസുകൾ നീക്കുപോക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കേസിൻ്റെ ഒക്കെ ഒത്തിരി കേസസൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം തിങ്സ് ആർ നോട്ട് വർക്കിംഗ്. പിന്നെ പലതിനും എഗ്രി ചെയ്യാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കും. ചില ആളുകൾക്ക് പാർട്ട്ണറെയും മക്കളെയും ഒന്നും അവർക്ക് എമ്പതി ഇല്ലാത്തത് കൊണ്ട് അവർക്കതിങ്ങനെ നീണ്ടു പോകുന്നതിന് ഒരു പ്രശ്നമില്ല. മോർ ഡിമാൻഡ്സ് അല്ലെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ന്യായമായതൊന്നും കൊടുക്കില്ല എന്നുള്ള രീതിയിലും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇത് കിടന്ന് ഭയങ്കരമായിട്ട് കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൽ ഇതൊരു വൺ ഓഫ് എ കേസ് ഓഫ് അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ലെവലിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് അലിമണി എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർ റൈറ്റ് ആണ് വെൻ ദേ ആർ ഗെറ്റിംഗ് സെപ്പറേറ്റഡ്. അപ്പോൾ
ഇത് മോസ്റ്റ്ലി പറയുന്ന ഒരു 25% ഓഫ് സാലറിയാണ്. ഒരാളുടെ 25% ഓഫ് ദ സാലറി ഈസ് അലിമണി ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ കോർട്ടുകളെല്ലാം പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, വെൻ ഐ വർക്ക് വിത്ത് ലൈക്ക് വെസ്റ്റേൺ ക്ലയൻസിൻ്റെ അടുത്ത് എനിക്കുള്ളപ്പോൾ എനിക്ക് പലരെയും അറിയാം. അവരുടെ ബ്യൂട്ടി പാർലർ ബില്ല് പോലും പേ ചെയ്യാനായിട്ട്, അതായത് ഇവരെങ്ങനെ ജീവിച്ചു. നമ്മുടെ ക്ലോസിലും പറയുന്നുണ്ട്, അതിലൊരു ക്ലോസ് എന്ന് പറയാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൻ ദ വൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡ്യൂറിങ് ഹെർ ലൈഫ് അറ്റ് ദി ഇൻലോസ് ഹൗസ്, അതായത് തൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവൾ ജീവിച്ചിരുന്നപ്പോൾ ഏത് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫായിരുന്നു അവൾ ജീവിച്ചുകൊണ്ടിരുന്ന അതേ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ജീവിക്കുന്ന രീതിയിൽ ഹസ്ബൻഡ് അവൾക്ക് പ്രൊവൈഡ് ചെയ്യുക, മാരേജ് ബ്രേക്കായി കഴിഞ്ഞാലും. ഈ രീതിയിൽ ചിലർ വന്നിട്ട് എന്നോട് പറയുന്നത് ഞാൻ ഓർക്കുന്നത്, ഹൗ ക്യാൻ ഐ ദിസ്, ലുക്ക് അറ്റ് ദിസ്, വോട്ടനും. ഇവർ പോകുന്ന പാർലേഴ്സൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പാർലേഴ്സ് ആയിരിക്കും, കാരണം ഇവരല്ല പേ ചെയ്യുന്നത്, ഇവരുടെ എക്സ് ഹസ്ബൻഡാണ് പേ ചെയ്യുന്നത്. ആൻഡ് ദെൻ ദേ ഗെറ്റ് ദിസ് പെർട്ടിക്കുലർ മണി. വി ഫീൽ റിയലി, ശരിക്കും സങ്കടം തോന്നും ഇവരുടെ സ്ട്രഗിൾ കാണുമ്പോൾ. ഈ വെസ്റ്റേൺ മോസ്റ്റ്ലി ഞാൻ അങ്ങനെയുള്ള ഹസ്ബൻഡ്സിനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന, ഞാൻ ക്ലോസ്ലി വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, അയാളുടെ ഭാര്യ കറക്റ്റായിട്ട് ലീഗൽ സിസ്റ്റത്തിൽ അവൾ ഇത് കൊടുക്കും, ഹസ്ബൻഡിൻ്റെ സാലറി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എവറി ഇയർ. ബിക്കോസ് എവറി ഇയർ എൻഡിൽ അയാളുടെ സാലറി ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അവൾക്ക് കിട്ടുന്ന 25% ഇൻക്രീസ് ആവണം. ലുക്ക്, ദിസ് ഇസ് ഹൗ ദേ ജസ്റ്റ്. അല്ലാതെ അവർക്ക് ആ അലിമണിയുടെ സെറ്റിൽമെൻറ്റ് സമയത്ത് പറയുന്ന 25% അല്ല അവർക്ക് കിട്ടേണ്ടത്. അപ്പോൾ 25% ഓഫ് എ സാലറി ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സാലറി ഇങ്ങനെ കൂടുന്നു അനുസരിച്ച് 25% അവൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അവൾ ലീഗൽ സിസ്റ്റത്തെ എല്ലാ ഇയറും അവൾ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ലീഗൽ സിസ്റ്റം പറയും, പ്രസൻറ്റ് യുവർ ലീഗൽ സാലറി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇതനുസരിച്ച് ഇവളുടെ 25%, അപ്പോൾ ആ പൈസ അവൾക്ക് ഇൻക്രീസ് ആയി കിട്ടും. ഇനി ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെസ്റ്റേൺ ഇതിനകത്ത് കാണുന്ന ഒരു പ്രത്യേകതയാണ്, അവർ ഫസ്റ്റ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് അലിമണി കിട്ടുന്ന ഒരു സെറ്റിൽമെൻ്റ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടാമത് കല്യാണം കഴിക്കുന്നത്. കാരണം രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അലിമണി വരുന്നത് അങ്ങ് നിൽക്കും. അലിമണി വരുന്നത് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, അത് പിന്നെ കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കല്യാണം കഴിക്കത്തില്ല, ബട്ട് ദേ ലിവ് വിത്ത് ദെയർ ബോയ് ഫ്രണ്ട്, ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കും. ഇവിടെ നിന്ന് അലിമണി അയാളുടെ കിട്ടും, ഇവൾ വർക്ക് ചെയ്യുന്നുള്ള സാലറി നമുക്ക് കിട്ടും. പ്ലസ് നമ്മുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഫിയാൻസി, ഹോർ ഇറ്റ് ഇസ്, ഐ ഡോണ്ട് ഗെറ്റ് മാരിഡ് ബട്ട് ഐ ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ള ആളുടെ കയ്യിൽ നിന്നുള്ള ഇതും കിട്ടും. സോ സച്ച് എ വണ്ടർഫുൾ ലൈഫ് ഷീ ലിവ്സ്. ഈ ഓൾ ദീസ് തിങ്സ് ദീസ് പീപ്പിൾ ഡു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് ഇവിടെ ഇന്ത്യയിൽ മാത്രമുള്ള കാര്യങ്ങളല്ല, ലോകമെമ്പാടുമുള്ള ഒരു പ്രശ്നം തന്നെയാണിത്. അല്ലെ, ഇന്ത്യയിൽ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് നിങ്ങൾ കരുതരുത്. എവ്രിവെയർ ദിസ് പ്രശ്നം ഈസ് ദെയർ. അതിനകത്ത് നമുക്ക് പ്രശ്നക്കാരായ ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ലോസ് ഒക്കെ എപ്പോഴേ മാറണം. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിലാണ് മാരേജിലുണ്ടാകേണ്ടത്. അവർക്ക് ആദ്യം തന്നെ ഒരു പ്രിനപ്ച്വൽ എഗ്രിമെൻറ്റ് അഗെയിൻസ്റ്റ് അക്കായ there should be a prenuptial agreement saying that like my money is mine and your money is yours. As long as we live together, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും നമ്മുടെ മാരേജിലേക്ക്. അതങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാരേജിൽ നമ്മളിപ്പം ജോയിൻ്റ് ആയിട്ടാണ് എല്ലാം കൊണ്ടുവരുന്നത്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, അഥവാ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് വെച്ചൊക്കെ സ്പ്ലിറ്റ്, അങ്ങനെ പ്രിനപ്ച്വൽ അഗ്രിമെൻ്റ് ഒക്കെ വരുന്നതൊക്കെ വളരെ നല്ലതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ മാരേജിൽ കൊണ്ടുവരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം നമ്മളുടെ ലൈഫിനെ പറ്റി. ഇതിനകത്ത് മാരേജിൽ കയറുന്ന പലർക്കും മാരേജിന് മുമ്പ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകാമെന്നറിയില്ല. എപ്പോഴും മാരേജിലേക്ക് കയറുന്ന ഒരാൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇൻ കേസ് ഇഫ് ഇറ്റ് ലീഡ്സ് ടു ഡിവോഴ്സ്. നമ്മൾ ചിന്തിക്കണ്ടേ, ഇതിനകത്ത് സക്സസ് മാത്രമേ മാരേജിൽ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ല. സോ വെൻ വി സേ ഓക്കെ, ഐ എം എൻറ്ററിങ് ഇൻ യുവർ മാരേജ്, ഇഫ് ഇറ്റ് ഗോസ് ടു കൈൻഡ് ഓഫ് എ ഡിവോഴ്സ്, വാട്ട് ഈസ് ദാറ്റ്, ദെൻ വാട്ട് ഹാപ്പൻ ടു മീ, ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കണം. നൗ റീസെൻ്റ്ലി സുപ്രീം കോടതിയിൽ നിന്ന് വന്നേക്കുന്ന ഒരു 8 കണ്ടീഷൻസ് ഞാൻ നിങ്ങൾക്ക് വായിക്കാം. ദ ഫാക്ടേഴ്സ് കൺസിഡർ വെൻ ഗിവ്സ് ടു അലിമണി. സോഷ്യൽ എക്കണോമിക് സ്റ്റേറ്റസ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഇൻഡിവിജ്വൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റേറ്റസ് നോക്കും. അവരേത് ലെവലിൽ നിൽക്കുന്നവരാണ് രണ്ട് പേരും എന്ന് നോക്കിയിട്ടാണ് അലിമണി അവർ നിശ്ചയിക്കുക. അതിനെ ബാലൻസ് ചെയ്യുക. ബേസിക് ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതായത് ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഒരു ഹസ്ബൻഡിനും വൈഫും ഉണ്ടാകേണ്ട നീഡ്സിനെ അവർ നോക്കും. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ബോത്ത് സ്പൗസസ്. അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസും അതിനകത്ത് ക്ലിയർ ആയിട്ട് നോക്കും.
ഇൻകം സോഴ്സസ് ആൻഡ് പ്രോപ്പർട്ടി ഓൺ ബൈ ഈച്ച് പാർട്ടി. രണ്ട് പേരും ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടീസും ഇൻകം സ്റ്റേറ്റസും, അത് ഷെയർസ് ആയാലും ശരി വേറെ എവിടെ നിന്നായാലും ശരി, അവർക്ക് കിട്ടുന്ന ഇൻകം സ്റ്റേറ്റസ് നോക്കും. അതുപോലെ തന്നെ ദ വൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡ്യൂറിങ് ഹെർ സ്റ്റേ അല്ലെങ്കിൽ ലൈഫ് ഇൻ ദ ഇൻലോസ് ഹൗസ് ഓർ ഇത് ഹസ്ബൻഡിൻ്റെ കൂടെ അവൾ ജീവിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതും നോക്കും. ഓക്കെ, ആൻഡ് വെദർ ദ വൈഫ് ലെഫ്റ്റ് ദ ജോബ് ടു ടേക്ക് കെയർ ഓഫ് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. അതായത് കോർട്ട് നോക്കുന്ന വേറൊരു കാര്യമാണ്, വിവാഹത്തിൻ്റെ സമയത്ത് അവളുടെ ഹസ്ബൻഡോ ഇൻലോസോ പറഞ്ഞിട്ട് അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നു അവൾ കളയുകയോ, അതല്ലെങ്കിൽ ജോലി കിട്ടും അവളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് ചെയ്യാനായിട്ട് അവൾക്ക് പറ്റുമായിരുന്നിട്ടും അവളെ ജോലിക്ക് പോകാൻ സമ്മതിക്കാതെ വീട്ടിൽ നിർത്തുകയായിരുന്നു എന്നതും ദ കോർട്ട് വിൽ കൺസിഡർ. ലീഗൽ കോസ്റ്റ് ആൻഡ് ഓഫ് എ വൈഫ് വിത്തൗട്ട് ഇൻഡിപെൻഡൻറ്റ് ഇൻകം. അതായത് ഈ വൈഫാണ് നിങ്ങളുടെ ഡിവോഴ്സ് കേസസിൽ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേനും അതിനകത്ത് വിധി വരുമ്പോഴത്തേനും ഈ വൈഫിന് ജോലി ഇല്ല, അവർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ വൈഫിൻ്റെ ലീഗൽ കോസ്റ്റും ഹസ്ബൻഡിൻ്റെ മുകളിലേക്കായിരിക്കും വരിക. അപ്പം ലീഗൽ കോസ്റ്റ് ഓഫ് ദ വൈഫ് വിത്തൗട്ട് ഇൻഡിപെൻഡൻറ്റ്, അവർക്ക് ഇൻഡിപെൻഡൻറ്റ് ഇൻകം ഇല്ലെങ്കിൽ. ദ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ഹസ്ബൻഡ് ഇൻക്ലൂഡിങ് ദ മെയിൻ്റനൻസ് പേയ്മെൻറ്റ്. അയാളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസും അയാൾക്ക് എന്തൊക്കെ ഒബ്ലിഗേഷൻസ് ഉണ്ട്, മെയിൻ്റനൻസ് എത്രമാത്രം അയാൾക്ക് കൊടുക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സുപ്രീം കോർട്ടിൻ്റെ ഒരു വേർഡിക്റ്റിലുണ്ട്. അതെല്ലാം ഇനി മുതൽ ഫാമിലി കോർട്ടിൽ കൺസിഡർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന നമ്മുടെ വക്കീലന്മാർ, നമ്മൾ ഏൽപ്പിക്കുന്ന വക്കീലന്മാർക്കൊക്കെ അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. അവരതുണ്ടാക്കി ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. ബിക്കോസ് കേസ് ഇസ് യോഴ്സ്, നോട്ട് ദി അഡ്വക്കേറ്റ്സ്. ലീഗലി ഇരിക്കുന്ന അറ്റോർണിയുടെ അല്ല കേസ്, നിങ്ങളുടെയാണ് കേസ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ അറിയിക്കണം. ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് നോ ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ അവെയർ ആയിരിക്കണം, നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളൊരു ജോലിക്ക് പോയാലും എവിടെ പോയാലും നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊരു കേസിലേക്ക് നിങ്ങൾ പോയാലും നിങ്ങളുടെ കേസാണത്. ആ കേസിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് വിന്നിങ് വരാമെന്നുള്ളത് അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും അതനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുകയും അത് നിങ്ങളുടെ ലീഗൽ അറ്റോർണി നിങ്ങളുടെ അറ്റോർണിയുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് കാര്യങ്ങളെ കൊണ്ടുവരാമെന്ന് എന്ന് നിങ്ങൾ ആലോചിച്ച് അതിലേക്കൊരു കൺക്ലൂഷൻ കൊണ്ടുവന്ന് കോർട്ടിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ അലിമണി എന്ന് പറയുന്നത് വളരെ ഹ്യൂജൊക്കെ നമുക്കിങ്ങനെ കൊണ്ടുവരുമ്പം വി ഷുഡ് ബി ഏബിൾ ടു കൈൻഡ് ഓഫ് tackle it or counter it and നമ്മുടെ അറ്റോർണിയായിട്ട് ഇരുന്നു കൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ച കാര്യങ്ങൾ ഇതാക്കാനായിട്ട് പറ്റണം. I would say it was like I don't know whether Atul had a attorney or not. How otherwise all these things happened എന്നുള്ളത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. But it was unfortunate that this person has done something like that. ഇതൊരു ഡൗറി ഡെത്ത് പോലെ തന്നെയാണ് അലിമണി ഡെത്തും ഹാപ്പൺ ചെയ്തിരിക്കുന്നത്. ഡൗറി ഡെത്ത് ഒത്തിരി ഹാപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമുക്ക് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു അലിമണിയുടെ ഡെത്തും കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം ഇറ്റ്സ് അഗെയിൻ വി നീഡ് ടു ഫൈറ്റ്. ഇതൊരു സോഷ്യൽ ഈവിൾ പോലെ തന്നെയാണ് ഇത് രണ്ടും. അപ്പം സ്റ്റോപ്പ് ഡൗറി, സ്റ്റോപ്പ് അലിമണി, ഹാവ് പ്രീനച്വൽ എഗ്രിമെൻറ്റ്സ്. പ്രീനച്വൽ എഗ്രിമെൻറ്റിൽ എങ്ങനെയാണോ വരേണ്ടത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ പ്രോപ്പർട്ടിയും നിങ്ങളുടെ കാര്യങ്ങളും എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത് എല്ലാ മാരേജിലും ലെറ്റ് ദ പ്രീനച്വൽ എഗ്രിമെൻറ്റ് ബി ദെയർ. വൈ നോട്ട്? നിങ്ങളൊരു ജീവിതം ജീവിക്കാൻ പോകുന്നത് രണ്ട് ഇൻഡിപെൻഡൻ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുള്ള സെൽഫ് ഗവേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോണമസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. അവർ രണ്ടുപേരും ഒന്നിച്ച് വരുമ്പോഴത്തേനും ഞാൻ എന്തിലേക്ക് കൊണ്ടുവരുന്നു, നീ എന്തിലേക്ക് കൊണ്ടുവരുന്നു, ഓക്കെ യു ഹാവ് ദിസ് മച്ച് ബ്രിങ്ങിങ് ഇൻ ടു ദിസ് ഫാമിലി ഫിനാൻഷ്യലി പ്രൊഫഷൻ വാട്ട് എവർ ഇറ്റ് ഈസ്, പ്രോപ്പർട്ടി വൈസ് ഇൻകം വൈസ് ഞാൻ ഇത്ര കൊണ്ടുവരുന്നു, ഞാൻ ഇത്രയും കൊണ്ടുവരുന്നു, ഇത്രയും എന്തിനാണ് നമ്മൾ ഡോക്യുമെൻറ്റഡ് ആക്കൂ. ഇത് ഞാൻ കൊണ്ടുവരുന്നതാണ്, ഇത് നീ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, വെൻ വി ആർ സെപ്പറേറ്റിംഗ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം അതിനകത്ത് എനിക്കും അവകാശമുണ്ട്, നിന്നിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകത്തിൽ നിന്ന് എനിക്കും അവകാശമുണ്ട്. ഹൗ മച്ച് ഇസ് ദ പെർസെൻറ്റേജ് ദാറ്റ് വി ഷെയർ. ഇതൊക്കെ വെക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ എൻ്റെ വരും ഇതെന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതെന്താ അങ്ങനെയൊക്കെ വെക്കുന്നത്, എന്താ എന്നിൽ വിശ്വാസമില്ലേ, ഇതങ്ങനെ ചെയ്യേണ്ടതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ ഈ എഗ്രിമെൻറ്റ് വെക്കുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം, എനിക്കെന്താ കുഴപ്പം. എന്നോട് ഒരാൾ പറയണം സൂസൻ നമുക്ക് ഈ എഗ്രിമെൻറ്റ്, ഐ ആം ഓക്കെ വിത്ത് ദാറ്റ് എഗ്രിമെൻറ്റ്, വാട്ട് ഈസ് ദ പ്രോബ്ലം? ബിക്കോസ് ഞാൻ ചിന്തിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ കുടുംബം അത് ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാത്രമേ ഈ സാധനം നമ്മൾ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മളിതിനകത്ത് നമുക്കത് പറ്റില്ല എന്ന് പറയുന്ന ഒരാളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ തന്നെ വൈ പറ്റില്ല, ഇതിനകത്ത് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ,
എന്തായാലും രണ്ട് ഇതുവരെ കാണാത്തതും ഇതുവരെ കേൾക്കാത്തതും ഇതുവരെ യാതൊരു രീതിയിൽ ഒരു ബന്ധവും ഇല്ലാത്ത രണ്ടുപേരെ വിവാഹം കിട്ടും. പണ്ട് കാലത്ത് ഇതൊന്നും ആവശ്യമില്ല. കാരണം ആങ്ങളയുടെ മകൻ പെങ്ങളുടെ മകളെ കെട്ടുന്നു, പെങ്ങളുടെ മകൻ ആങ്ങളയുടെ മകളെ കെട്ടുന്നു, ഗ്രാൻഡ് പേരൻസ് തമ്മിൽ ചേട്ടാനിയന്മാരുടെ മക്കൾ തമ്മിൽ കെട്ടുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു കല്യാണങ്ങൾ, കുടുംബത്തിൽ തന്നെയായിരുന്നു കല്യാണങ്ങൾ. ഇനിയിപ്പം സ്വത്ത് വിഭജിച്ച് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ആൺകുട്ടി ചേട്ടത്തി അനിയത്തെയും കെട്ടുന്നു. ഈ രീതിയിലുള്ള സിസ്റ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പിന്നെ ഒരു എന്താ പറയുക, മാട്രിയാർക്കൽ സിസ്റ്റത്തിൽ നമ്മൾ സംബന്ധം കൂടി ഇങ്ങനെയൊക്കെ വന്ന് അതുപോലെയൊക്കെ ഉള്ള പല പല സിസ്റ്റത്തിൽ മൊത്തം ഒരു ഫാമിലിയിലെ കാണുന്നവർ നോക്കുന്നു, അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നടന്ന സിസ്റ്റം മാറിയിട്ട് നമ്മൾ ഇൻഡിവിജ്വലി 2 people ആർ ഗെറ്റിംഗ് മാരീഡ് ആൻഡ് ദേ മാനേജിങ് ദ സിസ്റ്റം. അവിടെ ബാക്കിയുള്ള സിസ്റ്റംസ് മാറണ്ടേ? ഡെഫിനറ്റായിട്ട് മാറണം. ദെൻ വൈ വി ആർ നോട്ട് ചേഞ്ചിങ്? നമ്മൾ ചേഞ്ച് ചെയ്തേ പറ്റൂ. ഇതിന് വേറെ നിവൃത്തിയൊന്നും ഇല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തകാലത്തെ കുടുംബങ്ങൾ തമ്മിലല്ല ഇപ്പം മാരേജ്, കുടുംബത്തിലുള്ളവർ തമ്മിലല്ല. ഇവിടെ 2 എക്സ്ട്രീംലി സ്ട്രേഞ്ചേഴ്സാണ് കല്യാണം കഴിക്കുന്നത്. യാതൊരു രീതിയിലെ ബന്ധങ്ങളില്ലാത്തവരാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ അയാൾക്ക് എന്നോട് അങ്ങനെ ഫീൽ തോന്നണം, ഇവിടെ ഒന്നില്ലേ ആങ്ങളയുടെ മകളാണ്, അല്ലെങ്കിൽ വല്യപ്പൻ്റെ അനിയൻ്റെ മകളാണ്, മകൻ്റെ ഇതാണ്. കുടുംബങ്ങൾ അറിയുന്നു, മറ്റവരറിയുന്നു, നമ്മളിതൊക്കെ ചെയ്യണം. എങ്ങനെയെങ്കിലും ഒരു സംഭവമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരിക്കണം, അത്രമേറെ സ്നേഹത്തിലായിരിക്കണം. ഏത് മാരേജിലാണ് ഇന്ന് പ്രണയമുള്ള, ഏത് മാരേജിലാണ് ഇന്ന് സ്നേഹമുള്ള? കുറേ കൊടുക്കൽ വാങ്ങലല്ലാതെ ഞാൻ പലതും കാണാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാരേജിൽ ഇറ്റ്സ് ഓക്കെ. മോസ്റ്റ്ലി മാരേജസ് കോൺട്രാക്റ്റ് ആകുമ്പോഴത്തേനും 2 സ്ട്രേഞ്ചേഴ്സ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റും ലിവിങ് ടുഗെദറും ആണെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് എഗ്രിമെൻറ്റ് കൊണ്ടുവന്നേ പറ്റൂ. എന്തിനാണ് ഒരാളോട് സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ അതിനകത്ത് പണം വരുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. ഇതിനകത്ത് എന്തിനാ എഗ്രിമെൻറ്റ്? ഇതിനകത്ത് എന്തിനാ പണം? എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ പണം ചോദിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അതിനകത്തുനിന്ന് ഇത് ചോദിക്കുന്നത്? അതെല്ലാം കൂടെ എനിക്കിതാ ഭാര്യയുടെ സ്വത്തും കൂടെ എനിക്ക് അവകാശപ്പെട്ടതാണ്, ഭർത്താവിൻ്റെ സ്വത്തും കൂടെ എനിക്ക് അവകാശപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെ എന്തിനാ? ഇഫ് യു തിങ്ക് ലൈക്ക് ദാറ്റ്, അല്ലേ? സെൻസിബിളായിട്ട് തിങ്ക് ചെയ്തു, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അങ്ങനല്ലേ? അങ്ങനെയാണ് വരേണ്ടത്. സ്നേഹത്തിൽ പൈസ ഇല്ല എങ്കിൽ പിന്നെ എന്തിനാണ് പണം ചോദിക്കുന്നത്? ഇൻ മോസ്റ്റ് ഓഫ് ദ മാരേജ് ദൈവമാണ് ജോഡി ഉണ്ടാക്കുന്നത്. ഏത് ദൈവം? ഇവിടെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്തിട്ട് ജോഡി ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ കാര്യങ്ങളും സംഭവിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആദ്യം നമ്മുടെ സിസ്റ്റം, നമ്മുടെ കംപ്ലീറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റംസ് മാറേണ്ടത് അതിക്രമിച്ചിരിക്കുന്നു. 2 സ്ട്രേഞ്ചേഴ്സ് വരുമ്പം പ്രീനെക്ച്വൽ എഗ്രിമെൻറ്റ് ഇസ് ദ ബെസ്റ്റ് വേ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാത്തിടത്തോളം കാലം ഇതെല്ലാം ഇങ്ങനെ നടക്കും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാം, അവയർനെസ് ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്കതിനകത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഐ ജസ്റ്റ് പ്രേ ഫോർ ഹിസ് സോൾ ആൻഡ് ഹോപ്പ് ദ ജസ്റ്റിസ് വിൽ ബി സെർവ്ഡ്. ഹി സെഡ് ജസ്റ്റിസ് ഇസ് ഡ്യൂ. ദ ATM മെഷീൻ ഈസ് നൗ പെർമനൻ്റ്ലി ക്ലോസ്ഡ്. നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ ഇതൊന്നും ആർക്കും വരാതിരിക്കട്ടെ ഇനി, അല്ലെങ്കിൽ ജസ്റ്റിസ് നടക്കട്ടെ, അല്ലെങ്കിൽ വീണ്ടും സിസ്റ്റം ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്ത് എഗെയിൻ ലെറ്റ്സ് ഹാവ് എ ബെറ്റർ തിങ്സ് ഇൻ പ്ലേസ്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നാർസിസിസ്റ്റിക് പാരൻറ്റിനെയൊക്കെ കാണാനായിട്ട് കോടതി പെർമിഷൻ കൊടുക്കുമ്പോൾ യു നോ ദാറ്റ് ദേ ഡിസ്ട്രോയ് ദ ചൈൽഡ്സ് മൈൻഡ്. 5 പൈസ അവർ മെയിൻ്റനൻസ് കൊടുക്കില്ല. വെറുതെ അപ്പൻ്റെ അധികാരത്തിലും അമ്മയുടെ അധികാരത്തിലും വന്ന് കണ്ടിട്ട് പോവുക. കൊച്ചിൻ്റെ തലയ്ക്കകത്തേക്ക് കുറേ ഇമോഷണൽ ഡബ്രിസുകളിട്ട് ഇമോഷണൽ എന്താ പറയുക, കംപ്ലീറ്റ്ലി അതിനെ ട്രോമറ്റൈസ് ചെയ്തിട്ട് പോകുന്ന ആ ഒരു ഒറ്റ കാഴ്ചയിൽ, മാസത്തിൽ 1 or 2 പ്രാവശ്യം കാണുന്ന കാഴ്ചയിൽ കുട്ടികളുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്ന പേരൻസിനോടൊക്കെ കാണാൻ പറയുന്ന കോട്ടുകളും അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റത്തിലൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങളിരിക്കുന്നത്. അതെല്ലാം നോക്കണം, റിവ്യൂ ചെയ്യണം. സോഷ്യൽ വർക്കേഴ്സ് ഷുഡ് be present when the child is meeting these kind of parents, you know. എനിക്കറിയാം കൊച്ചിന് 5 പൈസ കൊടുക്കൂല, പക്ഷേ എന്നെ കൊണ്ടൊന്ന് കാണിക്കണം. 5 പൈസ ഞാൻ തരൂല. കൊച്ചിന് ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കൂല, കൊച്ചിൻ്റെ എഡ്യൂക്കേഷൻ നോക്കൂല, കൊച്ചിന് യാതൊരു മെയിൻ്റനൻസും തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അപ്പനാണ്, എന്നെ കൊണ്ടൊന്ന് കാണിക്കണം. ഞാൻ അമ്മയാണ്, എന്നെ കൊണ്ടൊന്ന് കാണിക്കണം. ദിസ് വോണ്ട് വർക്ക്. ദിസ് ഇസ് നോട്ട് ദ വേ ഇറ്റ്സ് സപ്പോസ് ടു വർക്ക്. എനിക്ക് കൊച്ചിനെ കാണാതിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടുന്നു എന്നൊക്കെ പറയുന്നവർക്ക് 5 പൈസയ്ക്ക് ആ കൊച്ചിന് മൊട്ടായി വാങ്ങിച്ചു കൊടുക്കൂല. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയുക ഇതൊക്കെ സ്നേഹമാണെന്നും കരുതലാണെന്നും ഒക്കെ. പക്ഷേ മെയിൻ്റനൻസും ഒക്കെ കൊടുത്ത് കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവർക്ക് ചിലപ്പോൾ കാണാൻ കിട്ടില്ല. അതും അവിടുത്തെ വേറൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അവിടെ നമുക്ക് ഇനഫ് ആൾ വേണം, നമുക്ക് സോഷ്യൽ വർക്കേഴ്സ് വേണം, നല്ല നല്ല സൈക്കോളജിസ്റ്റ് വേണം, കൗൺസിലേഴ്സ് വേണം. സോഷ്യൽ വർക്കേഴ്സിൻ്റെ പ്രസൻസിൽ കുട്ടികളെ പേരൻസിനെ കാണുന്ന ഒരു അവസ്ഥ വരണം. അഡൽട്ട് ടോക്കുകൾ കംപ്ലീറ്റ്ലി
സ്റ്റോപ്പ് ചെയ്യണം. പേരൻസ് കുട്ടികളോട് പറയുന്നത് അവരോട് അവരുടെ വെൽബീയിങ്ങും അവരുടെ ഹാപ്പിനെസ്സും മാത്രം എന്തേ സീ ദം, അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ പറയണം. അവർക്ക് ഒരു പേരൻ്റ് എന്ന റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാനൊക്കെ ആ രീതിക്ക് പോയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മേ ബി അവിടെ ആളുകൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ കാണത്തില്ലായിരിക്കാം. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ കുറവുകളായിരിക്കും. ഇതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കുകയും ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വി നീഡ് ടു ഹാവ് ദ കറക്റ്റ് റെമഡിയൽ മെഷേഴ്സ് ഓൺ ദിസ് ഏരിയാസ്. ഇപ്പം അതുലിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ വഴികൾ തുറക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ആസ് ലോങ് ആസ് ദർ ഇസ് ഡൗറി, ആസ് ലോങ് ആസ് ദർ ഇസ് അബ്യൂസേഴ്സ് എവറിവെയർ, വി വിൽ സീ ഡൗറി ഡെത്ത്സ് ആൻഡ് അലിമനി ഡെത്ത്സ്. ഇതൊക്കെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പം ഇനിയും കാണേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് ഇടയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സിസ്റ്റംസൊക്കെ ചേഞ്ച് ആകട്ടെ എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം. അതിനെ റിലേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ അതിൻ്റെ ഡിസിഷൻസ് എടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് വയസ്സായിട്ടിരിക്കുക. സീ ലുക്ക്, ഐ ലവ് യു, യു ആർ സച്ച് എ വണ്ടർഫുൾ പേഴ്സൺ, ഐ നോ ദാറ്റ്, ബട്ട് ഐ റിയലി നീഡ് ടു ലീഗലൈസ് അവർ മാരേജ്. എന്താ ലീഗലൈസ് മാരേജ്? ഇന്ന ദിവസം ഇന്നത്തെ ആളും കല്യാണം കഴിച്ചു എന്നല്ല. ഇന്നത്തെ ആൾ കല്യാണം കഴിക്കുമ്പോൾ ദിസ് പേഴ്സൺ ഹാസ് ഗോട്ട് ദിസ് മച്ച് ആൻഡ് ദിസ് പേഴ്സൺ ഹാസ് ഗോട്ട് ദിസ് മച്ച് ഫ്രം, ദേ ആർ ജോയിൻ്റ്ലി ഇൻവെസ്റ്റിംഗ് എവറിത്തിങ് ആൻഡ് ആസ് എ റിസൾട്ട് വാട്ട് ഈസ് കമ്മിങ് ജോയിൻ്റ്ലി ബി ഷെയർഡ് ഇൻ ദിസ് വേ. ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതവിടെ ഇരുന്നോട്ടെന്നേ, എന്തിനാ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കുറച്ചൊന്ന് വയസ്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് നടക്കും. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നമ്മൾ ചെയ്യുക. ലീഗൽ സിസ്റ്റത്തിൻ്റെ സൈഡിൽ നിന്നുള്ളത് അവരെന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ അവർ മോഡിഫൈ ചെയ്യട്ടെ. പക്ഷെ നമ്മുടെ സൈഡിൽ നിന്നുള്ളത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ നോക്കുക. സൊസൈറ്റിയിൽ ചേഞ്ചസ് വരണം. കൾച്ചറലി ഉള്ള പല പ്രാക്ടീസസുകളും നമ്മുടെ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ചേഞ്ച് ആകുകയും ചെയ്യണം. അങ്ങനെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലേക്ക് നമുക്ക് നോക്കാം. 2025 എല്ലാവർക്കും ഒരു ചേഞ്ച്ഡ് ഇയർ ആയിട്ട് മാറാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ജയലക്ഷ്മി മാം 9 മണിക്കായി കാത്തിരിക്കുന്നു. താങ്ക് യു. ഞാൻ വൈക്കംകാരിയാണ്. CMS കോളേജിൽ മാമിൻ്റെ കുറേ ജൂനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. വാവ്, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഹോസ്റ്റലായിരുന്നിരിക്കും, ഹോസ്റ്റൽ അല്ലേ? വൈക്കം അല്ലേ? 22 ഇയർ വിവാഹ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി തന്നത് മാമാണ്. ഓക്കെ, 2 വർഷം ആവാറായി ഞാൻ മാമിൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയിട്ട്. ഹസിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും തെളിവ് കളക്ട് ചെയ്തു. ഇപ്പോൾ ഡിവോഴ്സ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ബന്ധുക്കളും അയാളുടെ ബന്ധുക്കളും എൻ്റെ കൂടെ നിർത്താൻ എന്നെ പഠിപ്പിച്ചത് മാമാണ്. ബിസിനസ്സിൽ എന്നെ പറ്റിച്ചു, ക്യാഷ് എല്ലാം തെളിവ് സംഘടിപ്പിച്ച് ഇൻഫിനിറ്റി നാത്തൂനെ കൊണ്ട് പിടിപ്പിച്ചു. വാവ്, വാസ് ഗ്രേറ്റ്. മാം ഇവിടുന്ന് മാറിയിട്ട് എനിക്കും മക്കൾക്കും തെറാപ്പി വേണം. ഓക്കെ, ഞാനിപ്പോൾ ഷെയർ മാർക്കറ്റിൽ ആക്റ്റീവായി. ഹസ്സുമായുള്ള കൂട്ടു ബിസിനസ് നിർത്തി. നല്ലോണം പഠിച്ചു ചെയ്യുന്നതിനാൽ ഷെയർ ട്രേഡിംഗ് വിജയം. വെരി ഗുഡ്. കീപ് ഗോയിങ് സ്ട്രോങ് മൈ ഡിയർ ജയ. There are a lot to achieve. Nasa, good evening ma'am, how are you? Okay, Nasa, മാം എൻ്റെ വൈഫിൻ്റെ അങ്കിളിൻ്റെ മദർ, എൽഡർ ബ്രദർ ഇവരെല്ലാവരും NPD ആണെന്ന് മനസ്സിലാക്കാൻ കുറേ വൈകിപ്പോയി. ഇപ്പോൾ സ്ട്രോങ് ആയി ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു. വെരി ഗുഡ്. ബട്ട് വളരെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. സോ ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ സച്ച് കൈൻഡ് ഓഫ് മെൻ്റൽ ജന്തുക്കൾ. ട്രൂ, ദാറ്റ്സ് ട്രൂ നാസർ. ഒരു NPDക്ക് വേറൊരു NPDയെ പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് NPD എന്ന് പറഞ്ഞല്ല, അവരുടെ പ്രവൃത്തികൾ അവർക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. ഓക്കെ, എൽസമ്മ ജോസ് വെയിറ്റിംഗ്, സഫിയ NV നമ്മൾ കണ്ടതാണ് ഇവരെല്ലാം. ഓക്കെ, മേരി ഏബിൾ മാം, വാട്ട് ഈസ് ദ ബെസ്റ്റ് റിവെഞ്ച് ഓൺ an NPD who discard you? I think you are Christian. Will it work if we curse them? Cursing won't work. Cursing is not in Christianity or any religion. Cursing is bad. അവരുടെ മുമ്പിൽ ഒരാൾ ഡിസ്കാർഡ് ചെയ്താൽ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിച്ചു കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് ലൈഫ്, വെരി പ്രോഗ്രസ്, പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ് എന്നുള്ള രീതിയിലുള്ള ബെസ്റ്റ് ലൈഫ് നമ്മൾ അവരുടെ മുമ്പിൽ ജീവിക്കുക എന്നുള്ളതാണ് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ റിവെഞ്ച്. നത്തിങ് എൽസ്. വേറൊന്നും നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. വേറെ കേഴ്സ് ഒന്ന് കർമ്മയൊക്കെ അവരെ പിടിക്കുന്നത്. കർമ്മ എങ്ങനെയാണ് പിടിക്കുക? നിങ്ങൾ ഞാൻ പറയില്ലേ, ഒരു NPD ഒരു വിക്ടിമിനെ പിടിക്കുന്നത് വിക്ടിം അനുവദിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ NPDക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റില്ല. ദേ കനോട്ട്.
വിക്ടിമാണ് വീണ്ടും 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 എനിക്ക് പറ്റില്ലേ, എനിക്ക് ഇവരില്ലത് പറ്റില്ലേ, എനിക്ക് ഇവർ യോ വീട്ടുകാരെന്ത് പറയും, യോ നാട്ടുകാരെന്ത് പറയും, യോ അവരിങ്ങനെ പറയും, യോ ഐ നീഡ് ടു ഹാൻഡിൽ ദിസ്, യോ ഐ നീഡ് ടു കീപ് ദിസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മോസ്റ്റ്ലി വിക്ടിംസാണ്. വി ആർ ഓൾ റെസ്പോൺസിബിൾ ഫോർ അവർ ഓൺ ലൈഫ്. നമ്മുടെ ലൈഫിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആകേണ്ടത്. അതിനുശേഷമാണ് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ടീം ലൈഫ് നമുക്ക്, അല്ലെങ്കിൽ ഒരു കപ്പിൾ ലൈഫ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് കേപ്പബിൾ അല്ലാതെ, സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് അല്ലാതെ, സ്വന്തമായിട്ട് നമുക്ക് ജീവിക്കാൻ അറിയാതെ നമുക്ക് വേറൊരാളുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ നമ്മളെ, അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി നല്ലതല്ലെങ്കിൽ നമ്മളെ അവർ യൂസ് ചെയ്യും, ഡെഫിനറ്റായിട്ടും യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കേസിംഗ് ഒന്നും നടക്കൂല. ബേസൽസ് കറിയ ഹായ് മാഡം, ഹലോ ഹായ് ബേസൽ. മറിയ കുത്തൂർ, ഹലോ മാം. I'm Maria. I'm going through divorce now. Was in Muscat. My husband is a narcissist. He abused me physically, emotionally, financially, in every way possible. I took my baby girl of 2 and left Muscat after giving a domestic abuse case in Oman, Muscat. Good. Even though I went through a lot of mental up and down, your videos came to me at the right moment. It strengthened my decision. The clarity I got from you is very helpful. At first, I thought all what he said was due to love. But hearing from you, the ways they play us, every dialogue was exactly same. I was shocked. You're welcome, Maria. And Maria, keep going strong. Protect yourself, your kid, okay? And give them a right parenting. And, protect her from all the possible, damages and traumas. That's your job now. NPDക്ക് ഡിപ്രഷൻ ഉണ്ടാവുമോ മാം? സഫിയ, NPDക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നതിന് എന്താ കുഴപ്പം? ദേ ക്യാൻ. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ അതിനകത്ത് ക്ലിനിക്കൽ ഡിപ്രഷനോ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഡിപ്രഷൻസ് ഒക്കെ അവരെയും ബാധിക്കാം. ഏലിയ മലുക്കോസ്, താങ്ക് യു. Basis career, narcissist woman and narcissist lawyer is a deadly combination. Oh, exactly. Say it again, Basil. Narcissistic women and even narcissistic men and narcissistic lawyers are deadly common. I think in that particular case, or Atul's case also, the person, I don't think it was a right person for him. PJ Max, hi ma'am, my husband is a scapegoat child. He says he wants to give financial independence to his father. Kobatnak, his father is free to use husband money. Mom says, Achane epo sugamane, monde cash undallo. Oh, okay. He says no to things when he wants to buy, but no to his dad when we want to buy. Okay, I am totally against it. I understand he should take care of his parents, but he should also be able to say no when need be. Yeah, true. I agree. I feel angry as his father is financially abusing us. My husband says, why should I bother? Because it is his money. Should I start ignoring that his father is financially abusing him and not get concerned as it is my husband's money? PJ Max, what you can do is you need to look at it. Your husband is taking care of you, and are you getting what you want, and you are leading a good life, and then it's okay. Whatever he does with his money is his money. He can do that. We can just say that husbands need to understand when they are getting married, I'm entering into a new role, and a new role എന്താണെന്ന് എനിക്കറിയണം. What is my right? What are my limitations? What are my right? My obligations? എല്ലാം അവരറിയേണ്ട കാര്യമുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് എല്ലാവരും ജീവിക്കുന്നത്, എല്ലാവരും ഇതുപോലുള്ള മാരേജിലൊക്കെ കയറുന്നതൊക്കെ. That is the main reason why all these problems are happening. You don't know what role you're playing. What are your responsibilities? What are your rights? What are your limitations? Oh, nothing. Most of the people know. They just say that ഇതൊക്കെ ആൾക്കാർ അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത്. പണ്ട് കാലത്ത് ആരൊക്കെ എൻ്റെ കൂട്ടുകുടുംബത്തിൽ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ പോലെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു, ഒത്തിരി പേർ അവിടെയുണ്ട്, ആരൊക്കെയോ കുക്ക് ചെയ്യുന്നു, നമ്മളൊക്കെ കഴിക്കുന്നു, ഹസ്ബൻഡ് വരുന്നു, നമ്മൾ ഹസ്ബൻഡുമായിട്ട് ജീവിക്കുന്നു, നമുക്ക് കുട്ടികളുണ്ടാകുന്നു, ആരൊക്കെയോ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നു. ഇങ്ങനെ പല രീതിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും ഇതുമായിട്ട് ജീവിക്കുന്നിടത്താണ് നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റാർട്ടഡ് ടു ലിവ്. ഇതിനകത്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ അറിയണം ഹൗ വി നീഡ് ടു ഡീൽ വിത്ത് ഇറ്റ്. ബിക്കോസ് ദർ ഇസ് നോ വൺ, ഇറ്റ് ഇസ് ജസ്റ്റ് വൺ ഫാമിലി ടു ദി അതർ ഫാമിലി. ഹസ്ബൻഡിൻ്റെ വൈഫും, ഹസ്ബൻഡിൻ്റെ പേരൻസും, ഹസ്ബൻഡും വൈഫിൻ്റെ പേരൻസും, വൈഫും, ദെൻ ഹസ്ബൻഡിൻ്റെ സിബ്ലിങ്സും, വൈഫിൻ്റെ സിബ്ലിങ്സും, ഇങ്ങനെ അല്ലാതെ കുറച്ച് പേരല്ലാതെ ദർ ഇസ് നത്തിങ്. ആൻഡ് ഓൾ ആർ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, ആൻഡ് എവറിബഡി വാണ്ട്സ് എവറി വൺ.
as a son, parents avare pull ചെയ്തുകൊണ്ടിരിക്കും. As siblings, brothers and sisters will pull them, and the wife and kids, they will pull them. You need to understand where I should draw the boundary, right? രണ്ട് ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും ആരായാലും അതിൻ്റെ കുട്ടികളായാലും പേരൻസിനോടുള്ള ഒബ്ലിഗേഷൻസ് കീപ്പ് ചെയ്യാം. അതല്ലാതെയുള്ള ഓവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ്സ് അബ്യൂസ് എന്ന് തിരിച്ചറിയേണ്ടത് അവരാണ്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അതിനകത്താണ് നമ്മൾ സെൽഫിനെ ഡിഫൈൻ ചെയ്തത് കറക്റ്റ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ വിൽ ഹാവ് പ്രോബ്ലം. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ്സ് ഹിസ് മണി ആൻഡ് ഇഫ് ഹി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് യു ദെൻ ദാറ്റ് ഈസ് ഇറ്റ്. അതർവൈസ് യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് നമുക്ക് ജോലി, നമ്മുടെ പൈസ, അതെല്ലാം നമ്മളും അതനുസരിച്ച് തന്നെ ഡീൽ ചെയ്യണം. അത് അവർക്ക് കൊടുക്കാനും പാടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെയും താൻ നോക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മഞ്ജു കാമന, ഹായ് മാം, യുവർ വീഡിയോ ഇസ് വെരി ഹെൽപ്ഫുൾ. താങ്ക് യു സോ മച്ച്. യു വെൽക്കം മഞ്ജു. രോണി, എൻ്റെ കസിൻ്റെ എക്സ് ഭാര്യയ്ക്ക് കല്യാണത്തിന് മുമ്പ് അഫെയർ ഉണ്ടായിരുന്നു. പേരൻസിൻ്റെ നിർബന്ധം കാരണമാണ് പെണ്ണ് കല്യാണത്തിന് സമ്മതിച്ചത്. ഒടുവിൽ ഡിവോഴ്സ് ആയപ്പോൾ കോടതി 10-20 ലക്ഷം കസിന് വിധിച്ചു. ട്രൂ റോഡി. ഇപ്പോൾ പുള്ളിയും അമ്മയും വാടക വീട്ടിൽ താമസിക്കുന്നു. വീട് വിൽക്കേണ്ടി വന്നു അലിമണി കൊടുക്കാൻ. ദേ ഡു ദാറ്റ് ബിക്കോസ് ലൈക്ക് യു നീഡ് ടു ബി വെരി കെയർഫുൾ വെൻ യു ഗെറ്റ് മാരീഡ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഗെറ്റ് ഡൈവോഴ്സ്ഡ്. ഡൈവോഴ്സ് ആവോ ഇല്ലയോ ഒന്നും നോക്കണ്ട. മാരേജിൽ കയറുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഗെറ്റ് ഡൈവോഴ്സ്ഡ്. എന്താ ചിന്തിക്കാൻ മേലെ? ചിന്തിക്കണം. വാട്ട് ക്യാൻ ഹാപ്പൻ ദ വേഴ്സ്റ്റ്. What is the worst thing can happen? നമ്മൾ എപ്പോഴും best thing, make best thing. Now why? Worst thing can come in life, and am I prepared? How do I deal with it? ഇത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. ഞാൻ എപ്പോഴും പറയും മാരേജിലേക്ക് കയറുന്നതിന് മുമ്പ് you need to think what all things can lead this to divorce. What happen if this get divorced? ഞാനൊക്കെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം, അന്തകാലത്തായി ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. വാട്ട് ഓൾ തിങ്സ് ക്യാൻ ലീഡ് ടു ഇറ്റ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഗെറ്റ് ഡിവോഴ്സ്ഡ് ആൻഡ് ദെൻ ഐ വിൽ ബി മോർ റെസ്പോൺസിബിൾ ഇൻ മാരേജ്. ഞാൻ എൻ്റെ മാരേജിൽ റെസ്പോൺസിബിൾ ആകണമെങ്കിൽ, നല്ലപോലെ റെസ്പോൺസിബിൾ ആകണമെങ്കിൽ അതിനകത്ത് എനിക്ക് ഈ ചിന്ത ഉണ്ടായിരിക്കണം. എന്തൊക്കെ ലീഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അപ്പം ഞാൻ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ ഞാൻ ടേക്ക് കെയർ ചെയ്യണം, എവിടെ വാട്ട് നീഡ്സ് ടു ബി ഗിവൻ പ്രയോറിറ്റി. ആൻഡ് ഇഫ് ഇൻ കേസ് വേഴ്സ്റ്റ് കേസ് സിനാറിയോയിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ്? ഇതെല്ലാം നമ്മുടെ തലയ്ക്കകത്തുണ്ട്. കാരണം ലൈഫ് ഈസ് യോഴ്സ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ശരിയല്ലേ? ലോസിനെ പറ്റി അറിയണം, എല്ലാം നമ്മൾ അറിയണം. Mary Abel, my husband said he will give back the dowry only if I signed a divorce paper to marry his girlfriend. His family is forcing for divorce and manipulating all my advocates. What to do, mom? I love him. I want him back. Mary, അത് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തനിക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ, അല്ലാതെ തനിക്ക് ചുമ്മാ കിട്ടത്തൊന്നുമില്ല. His girlfriend is more wealthy and maybe discarding me for more dowry. He is manipulating all my advocates so that I don't claim anything and portraying me as a mentally ill person and feel sad, and I want him back. I don't know what to do. I am not able to love anyone else. He says I won't have life if I don't give divorce, as he will not come back to me for another 20 years. Mary, ഇതൊന്നും നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. ഇഫ് യു ലവ് എ പേഴ്സൺ ഇറ്റ്സ് എ വൺ വേ ലവ്. വൺ വേ ലവിലൊക്കെ നമുക്ക് no, that's not possible. It is like a one way love, and one way love is not possible outside marriage or in marriage. It is not possible. If he wants to live with you, he will live with you. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതാണ്, if the husband wants to live with the wife, he will live with the wife, and if the wife wants to live with the husband, she will live with the husband. There is no forcing can be done. Unfortunately he doesn't love you and he doesn't want you. Maybe he wants benefits from the marriage. ആ ബെനിഫിറ്റും ഇപ്പോൾ കിട്ടുന്ന ഗേൾ ഫ്രണ്ടിനാണ് കൊടുക്കാൻ പറ്റുന്നത്. സോ ഹീ വിൽ ടേക്ക്. വൈ ഡോണ്ട് യു ലവ് യുവർ ലൈഫ്? ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ സ്നേഹിക്കാതെ ഈ ലോകത്ത് ആര് സ്നേഹിക്കുന്നത് പറയുന്ന കാര്യം. ജസ്റ്റ് തിങ്ക് അബൌട്ട്. യു ഡോണ്ട് ലവ് യുവർ ലൈഫ്, മേരി. യു ഡോണ്ട് ലവ് യുവർ സെൽഫ്. ആൻഡ് മേരി തന്നെ സ്വന്തം സ്നേഹിക്കാതെ വേറൊരാളെന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. തന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഈ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഒരാൾ നമ്മളോട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. നോ ബഡി വിൽ അലവ് സച്ച് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ടു സെൽഫ് വെൻ ദേ ലവ് ദം സെൽവ്സ്. ആദ്യം തന്നെ സ്നേഹിക്കാൻ പഠിക്കും മേരി, എന്നിട്ട് വേറൊരാളെ സ്നേഹിക്കാൻ പഠിക്കുക. ആരെ നിങ്ങൾ സ്നേഹിക്കുന്നതിനും കുഴപ്പമില്ല, ഏതവനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്നേഹിക്കാം. പക്ഷേ വിത്തൗട്ട് ലവിങ് യുവർ സെൽഫ് ഫസ്റ്റ്,
never love anyone else in your life. എല്ലാവരും അറിയേണ്ട കാര്യമാണ്. The first love is me. First romance is with me. I cuddle me, I protect me, I secure myself first, then anyone else. And that should be the way we live. We must live, we should live. അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോരുത്തരും വന്ന് കയറിയിട്ട് നമുക്കിട്ട് തരും. പിന്നെ നമ്മൾ അവർക്ക് ഭയങ്കര വാലിഡിറ്റി അല്ലേ, പിന്നെ വാലിഡേഷനും ഭയങ്കര ഫീലും കണ്ടില്ലേ. അവർക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അവർക്ക് അങ്ങോട്ട് ജീവിതം അങ്ങോട്ട് കണ്ടോ, എന്നെ ഇല്ല, മാറി നിന്നെ എനിക്ക് വേണ്ടടി. I mean, they get so excited about it. Why are you giving all these kind of things to people to, like use you and get the validation and, all those kind of grandiose feeling? Oh, not right. So just love yourself first. Learn that and love yourself, and then everything else. And once you love yourself, everything fall in place. And I give that kind of coaching to my clients. Love yourself and your life. Everything will fall in place. So, Mary, start to love yourself, not your husband who doesn't even want you in his life. Esther Salvi, hi mom, hi Esther. Safia TP, മാമിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് 2 months ആയി. 25 years കൂടെ ആയില്ല. ഹസ്ബൻഡ് NPD ആണെന്ന് മനസ്സിലായി. നല്ല ബൗണ്ടറി സെറ്റ് ആക്കി. പുള്ളി ഇപ്പോൾ ഡിപ്രഷൻ സോൾവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ That's very interesting, Savia. Congratulations to you. Wow, you did a wonderful job. Keep going strong. Aju, hello ma'am. 11/12 വെബ്സൈറ്റിൽ റിക്വസ്റ്റ് ഇട്ടിരുന്നു, റിപ്ലൈ കിട്ടിയില്ല. Can you just reset? Okay, now I have a very efficient assistant here. She checked with the office, and the office is asking, could you please one more time put the request? There is something happened and they couldn't get that particular request, and they are asking, can you please send the request? Or you can send the request to Dr. Susan Koruthu at gmail.com. Email like him, you can send. Mini Sally, hi mom, hi Mini. Elsama Joes, correct. Wish government system itself start registering marriage deed. It is there. It is there. You can register. You are not registering it. That's the problem. You can do prenuptial agreement in our court system, but in the legal system you are not doing it. People have to do it. People have to come forward and say that we are going to register it, and both husband and wife should say that, agree on that. PJ Max, ma'am, I agree that both partners should contribute financially to the family. What about the household chores? It is always the wife's responsibility to clean, cook, etc., etc. If husband doesn't contribute equally in the household work, why should the wife contribute financially? PJ Max, it's always good. I can say that there are house husband and a housewife. There are a lot of house husbands are there, very wonderful people who help and who do everything when the wife goes for work. In that, a husband may be doing some kind of a work from home system, or they may not earn as much as the wife earns. They are very happy to assist in house chores and taking care of the house and work and everything, rather than going for a career, a 9 to 5 job or 8 to 5 job or whatever. And the wife may be earning more than the husband, and the husband can take care of the kids and everything. I have seen families, many families like that, and I have clients also like that. So that is okay, that is fine. But when a husband is not doing the house chore job, it means that person doesn't want to help you, doesn't want to care for you. That is exactly what it shows. And like when you are contributing financially to the family, and he is also contributing financially to the family, and he says, I am contributing more in the family, then again wife in the questionable area, okay, now he is contributing more to the financial thing. So then what wife can do is, from her salary she can keep a helper. ഞാൻ അങ്ങനെയാണ് പറയാറ്. ഞാൻ എപ്പോഴും പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുട്ടികളെ നോക്കാൻ ഒരു നാനിയെ വേണം, അല്ലെങ്കിൽ നിങ്ങൾ മുഴുവൻ സാലറി വേണേൽ അവർക്ക് കൊടുത്തു, പക്ഷേ വർക്ക് ചെയ്യണം. You give a full salary to those people, but later, after a year, you earn more.
ഇവരുടെ സാലറി എപ്പോഴും അങ്ങനെ ഏകദേശം അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ യു ഗെറ്റ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് യു പ്രോഗ്രessively ഡു ഇൻ യുവർ ജോബ് ബിക്കോസ് യു ക്യാൻ ഫോക്കസ് മോർ ഓൺ യുവർ ജോബ് ആൻഡ് യു ക്യാൻ സ്പെൻഡ് the best time with the kids, not to like taking care of their things and all those kind of things, ironing their clothes and next time going to the room, or having cooking for everyone. You can always just keep a person, spend your salary on that, and then you keep that and then grow by yourself in your career and your എല്ലാത്തിനകത്തും അങ്ങനെ നമ്മൾ ഗ്രോ ചെയ്യാൻ നോക്കണം. എന്നിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇഫ് ദ ഹസ്ബൻഡ് ഡസൻറ്റ് വാണ്ട് ടു വർക്ക് ഇൻ ദ കിച്ചൺ ഓർ ഇൻ ദ ചോർസ്, ഓക്കെ ലെറ്റ്സ് ജസ്റ്റ് ഡസൻറ്റ് വാണ്ട്, ഓക്കെ നോ പ്രോബ്ലം. ഞാനതിന് അസിസ്റ്റൻ്റ് വെക്കാനായിട്ട് ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് തന്നെ കൊടുത്ത് ഞാൻ വെക്കും. എന്നിട്ട് നമ്മളാണ് അതിനെ നോക്കേണ്ടത്. അല്ലാതെ എല്ലാ പൈസയും കൊണ്ടുവന്ന് ഹസ്ബൻഡ് കയ്യിലേക്ക് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ ഇരുന്നോളൂ, ടിവിയിലെ ചാനൽ മാറ്റി കളിച്ചോളൂ, ഞാൻ പണികളെല്ലാം ചെയ്യുകയും ഇതൊക്കെ എനിക്ക് എന്തെങ്കിലും വേണേൽ പോയി ഹസ്ബൻഡ് കയ്യിൽ നിന്ന് ചോദിക്കുക. ദ സിസ്റ്റം നീഡ്സ് ടു ചേഞ്ച്. Because in olden days, why women has to listen to their husband എന്ന് പറഞ്ഞാൽ 10, 20, 25 അല്ലെ 10, 30 വയസ്സുള്ളവരൊക്കെ 15 വയസ്സുകാരിയാണ് കല്യാണം കഴിക്കുന്നത്. സോ ദോസ് കൈൻഡ് ഓഫ് സിസ്റ്റം വാസ് ദെയർ ഇൻ ഓൾഡൻ ഡേയ്സ്. വെരി യങ് ഏജിൽ പിള്ളേരെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ 15 വയസ്സുള്ള 16 വയസ്സുള്ള 30 വയസ്സുള്ള ആൾക്കാരോടൊക്കെ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അവരല്ലേ കൺട്രോൾ, അവരല്ലേ അവരെ ഡയറക്റ്റ് ചെയ്യുകയും അഡ്വൈസ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് അവരാണ്. കാരണം ഇവർക്ക് ചിന്തിക്കാൻ പോലുമുള്ള അവരുടെ ഈ കോഗ്നേറ്റീവ് സിസ്റ്റം ഒന്നും പ്രോപ്പറായിട്ട് ഡെവലപ്പ് പോലും ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഈ പെൺകുട്ടികളുടെ ഒന്നും. അത് എൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കെട്ടിയവർ മാത്രം പറയുന്നത് കേൾക്കണം, കെട്ടിയവർ മാത്രം കേട്ടോ, എൻ്റെ വീട്ടിലുള്ളവർ മാത്രം കേട്ടോ, എൻ്റെ വീട്ടിലെ അമ്മ അപ്പൻ അവർ മാത്രം പറയുന്നത് കേൾക്കണം. You don't have to raise your voice, raise your opinion. You can't say anything against them എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്ന അന്തക്കാലത്ത് അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളായിരുന്നു. കാരണം അത്രയും യങ് ഏജിൽ പെൺകുട്ടികളെ പിടിച്ചിട്ട് മറ്റേ വീട്ടിലേക്ക് കൊടുത്തു വിടും. ഇന്ന് അങ്ങനെയല്ല. ദ ഗേൾസ് ആർ ഗ്രോൺ അപ്പ് ഇൻ എ വെരി വെൽ എഡ്യൂക്കേറ്റഡ് സിസ്റ്റം. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ഒരു കൾച്ചറിൽ അവർക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത്രയും എഡ്യൂക്കേഷൻ ഉണ്ട്. ദേ ഹാവ് ജോബ്, ദേ ക്യാൻ ലൈക്ക് എന്താ പറയുക, think for themselves, they can make decision, they can problem solve. ഇതെല്ലാം ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനകത്ത് 10, 25, 28 വയസ്സായ സ്ത്രീകളാണ് പുരുഷന്മാരുമായിട്ട് കല്യാണം കഴിക്കുന്നത്. അതിനകത്ത് യു ക്യാൻ മാനേജ് യുവർ സെൽഫ് ആൻഡ് ഹി ക്യാൻ മാനേജ് ദം ഹിംസെൽഫ് ആൻഡ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ആണ് ആ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരേണ്ടതും ചെയ്യേണ്ടതും. മനസ്സിലായോ? അപ്പം അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളാണ് ഒന്ന് പ്രോപ്പറായിട്ട് ഇൻഡിവിജ്വലി നോക്കി മാനേജ് ചെയ്തുകൊണ്ട് വരേണ്ടത്. സോ ഹി കനോട്ട് ക്ലെയിം ദാറ്റ് he was the one who's doing this or that. So when the helper is there, you can ask the person to contribute this much to the family running. Okay, നിങ്ങൾ എന്തൊന്നും ചെയ്യുന്നില്ല, so contribute this much amount to the family running. You need to do that to get everything served on the plate like that in front of you. So you need to either contribute financially or you either contribute physically doing some chores. ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറയണം. അപ്പോൾ ദാറ്റ് വേ യു ക്യാൻ മാനേജ്. മലയാളിക്കട, ഈസ്റ്റ് ഓർ വെസ്റ്റ്, മെൻ ആർ സഫറിങ്. In a way it is correct, but some women only if the narcissistic അങ്ങനെ അബ്യൂസീവായിട്ട് വിമൻ വന്നു കഴിഞ്ഞാൽ വിമൻ ഡെഫിനറ്റ്ലി വിൽ സഫർ. പക്ഷേ പല പെൺകുട്ടികൾക്കും പല സ്ത്രീകൾക്കും അവരുടെ റൈറ്റ്സ് അറിയുന്നില്ല. ഈവൻ ദേ ഡോണ്ട് നോ ഇന്ത്യ ഈസ് എ ഫെമിനിസ്റ്റ് കൺട്രി എന്ന് പോലും സ്ത്രീകൾക്ക് അറിയില്ല. ഐ ലവ് ഇന്ത്യ ഈസ് എ ഫെമിനിസ്റ്റ് കൺട്രി. യാ ട്രൂ. ലൈക്ക് ഇതുപോലും അറിയാത്തവരാണ് ഇവിടെ കിടന്നുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലും അറിയാത്ത രീതിയിൽ നിങ്ങളുടെ ഇഗ്നോറൻസ് ആണ്, നിങ്ങളുടെ മുമ്പിൽ പറുതയിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. എവിടെ പോയാലും യെസ് മെൻ, ഈവൻ വെസ്റ്റേൺ കൺട്രീസ്, പ്രത്യേകിച്ച് UK ഇറ്റ്സ് ബേസിക്കലി ഇറ്റ്സ് എ വിമൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലോകളും എല്ലാമാണ് വന്നത്. പക്ഷേ റൈറ്റ് വേയിൽ നമ്മൾ കാര്യങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജസ്റ്റിസ് ഇസ് ഓൾവേസ് സെർവ്ഡ്. യു നീഡ് ടു പുട്ട് ദ എവിഡൻസസ് റൈറ്റ് ആൻഡ് ലീഗൽ സിസ്റ്റത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യെസ് ദർ ഈസ്. പക്ഷേ നിങ്ങളൊരു ബാറ്റിൽ ചെയ്യുന്നതൊരു നാർസിസിസ്റ്റിക്കൽ അബ്യൂസീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടാണെങ്കിൽ അത് പുരുഷനായാലും സ്ത്രീ ആയാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം സഫറിങ്, ദ സിസ്റ്റം ഇസ് പത്തറ്റിക്, ദർ ഇസ് നോ ഇൻഷുറൻസ് ഇൻ മാരേജ്, ടു മെനി തിങ്സ് അറ്റ് സ്റ്റേക്ക്. അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മാരേജ് മാത്രം ലീഗലൈസ് ചെയ്തും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരോട് നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്തോണം എന്ന് പറയുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്ത് മോസ്റ്റ്ലി ആരാണോ ആ ഡോമിനറിങ് റോൾ എടുക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള
ഒരു പൊസിഷൻ എടുക്കുന്ന അവരുടെ രീതിക്ക് കാര്യങ്ങൾ മോസ്റ്റ്ലി പോകത്തുള്ളൂ. സഫിയ ടി പി, ലൈഫ് ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് മാമിൻ്റെ വീഡിയോസ് കാണുന്നത്. ഇപ്പോൾ നല്ല മനസ്സമാധാനമുണ്ട്. താങ്ക് യു. യു വെൽക്കം മൈ ഡിയർ, ലവ് യു ടു. അഭി, മാം തെറാപ്പി എടുക്കാൻ അല്ലാതെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? തെറാപ്പി എടുക്കാൻ മാത്രം ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല. ഈസ് ഇറ്റ് പോസിബിൾ? അഭി, നോർമലി ഞാനിങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ താൻ എനിക്കൊരു ഇമെയിലിലേക്കൊരു മെസ്സേജ് തൻ്റെ ഇടാമോ? അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ നോക്കാമെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. തിങ്ക് അബൌട്ട് ഇറ്റ്. ഇഫ് എവ്രിബഡി സ്റ്റാർട്ടഡ് ടു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്, ഹൗ നിങ്ങളോട് ഞാൻ ഇതിനകത്തൊക്കെ സംസാരിക്കുന്നില്ല. ജസ്റ്റ് ട്രൈ ടു സെൻഡ് എൻ ഇമെയിൽ ടു മീ അബി. So let me see what can be done. Dab, a woman I knew used to show me a lot of signs of interest, but when I invite her for a coffee, it says she rejects it. But when I show less interest or ignore her, that's when she show more interest. Why? And the men, it is a red flag. Dab, it's like I need to ignore her in order to get her to show interest me. Yeah. അവർ പറയുന്നത് ഓക്കെ, യുനോ ലൈക്ക് നിങ്ങൾ എന്നോട് വന്നു കഴിയുമ്പോൾ ഞാൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് അല്ലാതെ വരുമ്പോൾ എനിക്ക് നിങ്ങളെ ആക്കാനായിട്ട് ഇഷ്ടം. ചില ആണുങ്ങളുണ്ട്, ഈ നാർസിസിസ്റ്റിക് ടൈപ്പാണ് അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കും. എന്ന് വെച്ചാൽ വളച്ച് ഇങ്ങനെ വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് പോയി. ഐ ഡോണ്ട് ഇറ്റ്സ് ഓക്കെ, ഐം നോട്ട് ഇൻട്രസ്റ്റഡ്. നമ്മളിങ്ങനെ അങ്ങനെയുള്ളവരുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് ബി കെയർഫുൾ എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നാസർ, മാം MPDയെ പേടിപ്പിച്ചു വരച്ച വരയിൽ നിർത്താൻ എന്ത് അടവാണ് പ്രയോഗിക്കേണ്ടത്? ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ അവർ മതിൽ പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നു. അത് തനിക്ക് കറക്റ്റായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയാൻ മേലാത്തത് കൊണ്ടാണ്. നാസർ, ഇഫ് യു പുട്ട് ദ ബൗണ്ടറി ആൻഡ് ദ വിൽ നോട്ട് ബി പ്രോപ്പർലി ആണെങ്കിൽ അവരങ്ങനെ വരില്ല, അവർക്ക് വരാൻ പറ്റില്ല. നമ്മളവരെ ബ്ലോക്ക് ചെയ്യും, നമ്മളവരെ ലൈക്ക് നമുക്ക് നമ്മുടെ വിജിലൻറ്റ് ആൻഡ് ഡിലിജൻറ്റ് എഫേർട്ടിലൂടെ നമ്മളതിനെ ബ്ലോക്ക് ചെയ്യും. പക്ഷേ ഇവിടെ പേടിപ്പിച്ച് നിർത്താനൊന്നും പറ്റത്തില്ല. യു കാൺ ജസ്റ്റ് don't do such kind of things to an MPD. They will be always thinking of winning. And like അവരുടെ സെൽഫ് സെൻറ്റേർഡ്നെസ്സിൽ ആകുന്നതുകൊണ്ട് അതങ്ങനെയായിരിക്കും വരുന്നത്. മനസ്സിലായോ? നസീമ, ഹായ് മാം, ലവ് യു നസീമ. നൊസ്റ്റാൾജിക് ഹെവൻ, മാമിൻ്റെ വീഡിയോ കണ്ടെൻ്റെ ജീവിതം സേഫായി. അൽഹംദുലില്ലാ, ഞാൻ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നു. വെരി ഗുഡ്, ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. കീപ് ഗോയിങ് സ്ട്രോങ്. പ്രസീദ KV, മാഡം യു ആർ സോ ഗ്രേറ്റ്. താങ്ക് യു പ്രസീദ. Archana Ajay, ma'am, how can we prove our partner is narcissist in the court? We want any doctor's report. No, doctor's report il narcissist നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവർ ഈ എന്താ പറയുക, നമ്മുടെ സൈക്കോമെട്രിക് അനാലിസിസ് ഒക്കെ ആണെങ്കിൽ പോലും ഇവർക്കൊക്കെ അതിനെ മാറ്റിമറിക്കാനൊക്കെ പറ്റും. മോസ്റ്റ്ലി നമുക്ക് കോർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് അബ്യൂസസ് ആണ്. കോർട്ടിൽ എപ്പോഴും നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അബ്യൂസസ് ആണ് പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അബ്യൂസ് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെ ഇവൻറ്റ്സ് ഹാപ്പൻ ചെയ്തു, ഏത് രീതിയിലാണ് അയാൾ പെരുമാറിയത്, അങ്ങനത്തെ കാര്യം. ഇമോഷണലി, ഫിനാൻഷ്യലി, ഫിസിക്കലി, അതല്ലെങ്കിൽ സോഷ്യലി, വെർബലി, സൈക്കോളജിക്കലി, അങ്ങനെയുള്ള എല്ലാ ഇമോഷണൽ അല്ലെങ്കിൽ അബ്യൂസസ്, ഇമോഷണൽ അബ്യൂസ്, എല്ലാ അബ്യൂസസിനെയും നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അയാളിൽ നിന്ന് അയാളങ്ങനെ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. അത് ആരാണോ വിക്ടിം അയാളാണ് ആ എവിഡൻസസ് കൊണ്ടുവരേണ്ടത്. നൊസ്റ്റാൾജിക് ഹെവൻ, ജീവിക്കണോ, നന്നായിട്ട് ജീവിക്കാം. മാം, എനിക്ക് അംഗൻവാടി, വെരി ഗുഡ്, ദാറ്റ്സ് റിയലി. നസീമ ഇസ് റിബൽസ് റൈറ്റ്. യാ, കീപ് ഗോയിങ് സ്ട്രോങ് മൈ ഡിയർ. ജോലി ചെയ്ത് നല്ല തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുക. എൽസമ്മ ജോസ്, ദമ്പതികൾ ഒരാളുടെ മരണവും ഇതെല്ലാം കാരണം. ദമ്പതികളിൽ ഒരാളുടെ മരണവും ഇതിനെല്ലാം കാരണമാകില്ലേ? എന്തിനെല്ലാം? നാർസിസിസം? നോ വേ. ഗീത PC, ഹായ് ഡോക്ടർ, വെൽക്കം. താങ്ക് യു. പത്മജ വിജയകുമാർ, ഹായ് മാം, ഗുഡ് ഈവനിങ് ടു യു പത്മജ. നാസർ, NPDയെ ടൈഗറിൻ്റെ കൂട്ടിലിട്ടിട്ട് അവർ പേടിക്കുന്നത് കാണാമായിരുന്നു. ടൈഗർ പേടിക്കുമോയെന്ന് താനൊന്ന് നോക്കിയാൽ മതി. നാൻസി സായദ്, NPDയെ കോർട്ടിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഫിസിക്കൽ അബ്യൂസിൻ്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ അത് കാണിക്കാം. ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷനൊക്കെ പ്രൂഫ് ഉണ്ടാവും.
നാൻസി ഇവിടെ മാത്രമല്ല ഒരിടത്തും ലോകത്തിൻ്റെ ഒരു ഭാഗത്തും NPD എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ ഇതും അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ പാറ്റേൺസ് ഇങ്ങനെയാണ്, പേഴ്സണാലിറ്റി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിൻ്റെ എവിഡൻസസ് ഇതുപോലുള്ള ഓരോ അബ്യൂസിൻ്റെ എവിഡൻസും കൊടുത്താൽ മാത്രമേ എവിടെ ആയാലും കോർട്ടിലും അത് എടുക്കത്തുള്ളൂ. നൊസ്റ്റാൾജിക് ഹെവൻ ഈ വീഡിയോ കാണുന്നത് തന്നെ ഒരു ലോങ് ടൂറിനിടയിൽ ആണ്. താങ്ക്സ് മാം, വെരി ഗുഡ്, ഐ എം സോ ഹാപ്പി, സോ എക്സൈറ്റഡ്, പീപ്പിൾ ലവ് മീ സോ മച്ച്, ഐ എം സോ ഐ ഫീൽ സോ ഗ്രേറ്റ്. നൊസ്റ്റാൾജിക് ഹെവൻ, ലവ് യു ടു. സബിന ദ പർവി, മാം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. എൻ്റെ അമ്മായിയമ്മ ഭയങ്കര വിക്ടിം കളിയാണ്. എൻ്റെ വീടിന് ചുറ്റും ഇവരുടെ ആളുകളാണ്. അതിൽ ഒരാൾക്ക് എന്നോട് എന്തോ മനസ്സലിവ് തോന്നി, ഒരു സ്നേഹമുണ്ടായിരുന്നു. ബട്ട് കഴിഞ്ഞ ദിവസം അവരെയും എന്നെയും കൂടി തെറ്റിച്ചു. ഇപ്പോൾ അവർക്ക് ഞാൻ ഭയങ്കരിയും അമ്മായിയമ്മ പാവവുമായി. they do that, Samantha Bharvi, they do that, they are always like that. PJ Max, hi ma'am, I am in no contact with in-laws, but husband and his father relation remains same. I keep ruminating about how has abandoned me to support his NPD dad. How can I stop this thought? Some tips please. Did we do some rumination videos? Yeah, I think there is rumination videos, but videos on the നമ്മുടെ ഇതിനകത്ത് rumination. Just try to see that there will be tips in that. പ്രസീത, നമ്മുടെ ഒരു ആക്ഷൻ അൺഹെൽത്തി ഈഗോയിൽ നിന്നാണോ? നമ്മുടെ ഒരു ആക്ഷൻ അൺഹെൽത്തി ഈഗോയിൽ നിന്നാണോ അതോ സെൽഫ് റെസ്പെക്റ്റ് ആണോ? ഹൗ ക്യാൻ വി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദം? പ്രസീത, അത് നമ്മളാണ് നോക്കേണ്ടത്. എൻ്റെ ഈഗോ എങ്ങനെ, എന്നെപ്പറ്റി ഞാനാണ് അറിയേണ്ടത് ആദ്യം. മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് ഞാൻ അറിയണം. ഞാനിപ്പോൾ എനിക്ക് ഈഗോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള ഈഗോ, വൾണറബിൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രാൻഡ്യൂസ് ഈഗോ, ഇതിൽ നിന്നൊക്കെ വരുന്നതാണോ? അതോ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഈഗോ ആണ്. ഐ നീഡ് ടു സേ വാട്ട് ഐ നീഡ് ടു സേ. ആൻഡ് ഐ വോണ്ട് ടു സേ നോ, ദാറ്റ്സ് എ നോ ഫ്രം മീ ആൻഡ് ദിസ് ഇസ് മൈ ഡിസിഷൻ. ഹൗ ഐ വോണ്ട് ടു ലിവ് ഇസ് മൈ ചോയ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനി ആരായാലും എന്ത് ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അതെനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാം. പക്ഷേ അബ്യൂസ് മാത്രം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ മോസ്റ്റ്ലി നല്ല ഈഗോയിൽ നിന്ന് വരുന്നതെല്ലാം നമുക്ക് നല്ലതായിരിക്കും. മറ്റുള്ളവർക്ക് അധികം അബ്യൂസ് കൊടുക്കാതായിരിക്കും. ചിലപ്പോൾ ഹേർട്ട് കൊടുക്കും, അവർക്ക് ബുദ്ധിമുട്ടാകും നമ്മൾ പറയുന്നത്. പക്ഷേ വി വോണ്ട് അബ്യൂസ്. അതൊക്കെയാണ് നല്ല ഈഗോയിൽ വരുന്ന ഡിസിഷൻസ്. അത് നമ്മൾ തന്നെയാണ് തിരിച്ചറിയേണ്ടത്. ഡ്യൂഡി, ഹായ് മാം. ഹായ് ഡൂബി. സാൻസ, മാമിൻ്റെ വീഡിയോസാണ് എന്നെ ഇതുവരെ രക്ഷിച്ചത്, കണ്ണു തുറപ്പിച്ചത്, ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി തന്നത്. ഞാൻ ഫിസിക്കൽ അബ്യൂസിന് കേസ് കൊടുത്തിരിക്കുകയാണ്, ബട്ട് സോൾവ് ആകാനാണ് എല്ലാവരും പറയുന്നത്. ദാറ്റ് ഈസ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. സാൻസ, നമ്മൾ അനുഭവിച്ചതിനെ സോൾവ് ചെയ്യാൻ മറ്റുള്ളവർ പറയുമ്പോൾ അവർ ആർക്ക് അനുകൂലമാണ്? നമുക്ക് അനുകൂലമോ അബ്യൂസർക്ക് അനുകൂലമോ? അപ്പോൾ അവർ അബ്യൂസിനോടല്ല പറയുന്നത്. അബ്യൂസർ ജസ്റ്റ് റിസോൾവ് ഇറ്റ് വിത്ത് ഹർ ആൻഡ് വാട്ട് എവർ ഡാമേജസ് ദാറ്റ് യു ഹാവ് ക്രിയേറ്റഡ്, പ്ലീസ് ഡൂ സംതിങ്. അല്ലെങ്കിൽ ഡാമേജ് ഇത് റെക്ടിഫിക്കേഷനുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താ കൊടുക്കാനുള്ളത് കൊടുക്കുക, അതനുസരിച്ച് നോക്കുക. വാട്ട് എവർ ഷീ സേസ് ഇസ് റൈറ്റ് ബിക്കോസ് ഷീ ഈസ് ദ വൺ ഹൂ അണ്ടർഗോൺ അബ്യൂസ്, അല്ലേ? അവളാണ് ഇത് മുഴുവൻ അനുഭവിച്ചത്, അവളാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് അവൾക്കാണ് ഇവിടെ പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി, അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ അത് അനുഭവിച്ചത് അതല്ലേ വരേണ്ടത്. എവിടെയും അങ്ങനെയല്ലേ വരേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വോണ്ട് കം ലൈക്ക് ദാറ്റ്. പീപ്പിൾ വാണ്ട് ടു ബി വിത്ത് അബ്യൂസർ ബിക്കോസ് അബ്യൂസർ ഈസ് മോർ പവർഫുൾ ദേ തിങ്ക്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ വിക്ടിമിൻ്റെ കൂടെ നിന്നാൽ ജയിക്കാൻ പറ്റില്ല. ഐ നോ ദാറ്റ് വെൻ ഐ സ്റ്റാർട്ടഡ് എനിക്ക് തന്നെ അറിയാം യൂട്യൂബിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ വരും. കഴിഞ്ഞ 2-3-4 ദിവസം മുമ്പ് ഞാൻ വായിക്കുമ്പോൾ ഒരാൾ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചെയ്യുന്നതെല്ലാം നിങ്ങൾ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആക്ഷനിൽ നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ മനസ്സിലാവും ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളായിട്ട് ആൾക്കാർക്ക് വിവാഹം കഴിക്കാൻ പോലും പേടിയുള്ള രീതിയിൽ നിങ്ങളാക്കി തീർക്കുന്നത്. ദിസ് ഇസ് ദ വേ തിങ്സ് വർക്ക്, ലൈക്ക് നമുക്കിതൊക്കെ കാണുമ്പോൾ അറിയാം. അപ്പോൾ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാവരും ആ രീതിയിലാണ്, പലരും ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യടൂ, അതങ്ങ് വിടടൂ, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യടൂ. മറ്റേ ആളിങ്ങനെ നോ, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്, ഇറ്റ്സ് യുവർ ലൈഫ്. ഇതാണ് ഈ കോർട്ടിലൊക്കെ ഈ മറ്റവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ പോകുന്നത്. കാരണം അബ്യൂസേഴ്സ് പിടിയാളെ പിടിച്ചു നിൽക്കും. മറ്റവർ പറയും അവനിങ്ങനെ പിടിച്ചു നിൽക്കില്ല, എങ്ങനെയെങ്കിലും അത് സോൾവ് ആക്കി വിടും. എൻ്റെ ക്ലയൻസിനോട് ഐ വിൽ നെവർ സേ സോ വട്ട് ലൈക്ക് ദാറ്റ്. നോ, യു ജസ്റ്റ് ഗോ ഗെറ്റ് യുവർ ജസ്റ്റിസ് സെർവ്ഡ്.
justice due. Let the justice be due, and when the justice is served, yeah, I take it. Whatever the court decision, I have no problem. But until such time, I will present my case with proof and authentically and genuinely to people. And that's my confidence. ഇത് നമുക്ക് വേണം. റഹീമ ഹായ് മാം. ഹായ് റഹീമ. അങ്കിലീന 2024 ഇന്ന് വീഡിയോസ്ക്ക് സൗണ്ട് കുറവാണോ? നിങ്ങളുടെ അതിൻ്റെ നിന്നൊന്ന് ചെക്ക് ചെയ്യുമോ? ഇവിടെ സൗണ്ട് കറക്റ്റായിട്ട് പോകുന്നു. ഐ ക്യാൻ സീ ദ മൈക്ക് ഈസ് ഇൻ ദ ബാർ ഓഫ് എൻ്റെ റെഡിൻ്റെ ഇതിന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ദ സൗണ്ട് ഈസ് റിയലി ഗുഡ്. ഓക്കെ. ആൻഡ് അബ്ദുൾ റോഫ് മാം, NPD സ്വയം വ്യക്തിമാണെന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ സത്യം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഹസ്ബൻഡ് ജയിക്കാനായി എന്തും പറയും. ഒരു ആർഗ്യുമെൻറ്റ് നടക്കുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്തു പോകും. ഹൗ ക്യാൻ ഐ കൺട്രോൾ ദാറ്റ്? എനിക്ക് തോന്നുന്നു അബ്ദുൾ റോഫ്, യു നീഡ് ടു സീ മോസ്റ്റ് ഓഫ് ദി പല വീഡിയോസ് ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് NPDയോട് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസ് ഉണ്ട്. അതൊന്ന് കണ്ടു നോക്ക് കേട്ടോ. അവർ വിക്ടിം കളിക്കുകയും പല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യും. ദാറ്റ് ഈസ് ദ വേ ദേ ആർ. അൺഫോർച്ചുനേറ്റ്ലി നമ്മളാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. മരിയ കൊത്തൂർ, ഐ ആം ഗോയിങ് ത്രൂ ഡിവോഴ്സ്. മൈ നാർസിസിസ്റ്റ് ഹസ്ബൻഡ് അബ്യൂസ് മീ ഇൻ എവറി വേ. I filed DV in Muscat and took my child and come from the time on your videos to show me decision. You're welcome, my dear. Keep going strong. Nancy Syed. Okay. Doobie, ma'am, every time when a person looks directly at my eyes while talking, I feel like crying. Sometimes I feel so torn apart and feel overwhelmed. Doobie, I think you need to see a professional and they will help you to get out of this issue. It's maybe because of the trauma that is getting, like it's still so fresh and it is giving you pain. ഇയാൾ ഡിവോഴ്സ് നസീമ, ഇയാൾ ഡിവോഴ്സ് തരാം, വീട് വിറ്റ് ഷെയർ തരാം എന്ന്, കുട്ടികളെ ആൾ നോക്കിക്കോളാം എന്ന്, ഡിവോഴ്സ് തരാം, എൻ്റെയും കുട്ടികളുടെയും വീട്ടിൽ പേഡ് എഴുതി വെക്കാൻ തരാൻ, വീട് എഴുതി തരാൻ പറഞ്ഞു, ഞാൻ കുട്ടികളെ ഞാൻ നോക്കിക്കോളാം ഞാൻ എന്ന് പറഞ്ഞു. Okay, then you can keep insisting that in the court and I think the court will give you a fair trial എന്ന് എനിക്ക് തോന്നുന്നു. റോഷ്ന മറിയം ഈപ്പൻ, ഹായ് മാം, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കെയർ ഓഫ് എയ്ഡഡ് ഗവൺമെൻറ് ജോലി കിട്ടി, ഇപ്പം എന്നെ വേണ്ട. He and his mother have some narcissistic traits too. We are lived in same city but ഒരുമിച്ച് താമസിക്കാൻ സമ്മതിക്കില്ല. Now he wanna divorce. Okay. We cannot do anything. It is you need to understand how people are and who I'm living with. ഞാൻ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്, ഇയാളുടെ സ്വഭാവം എന്താണ്, ഇയാളുടെ ഒക്കെ സ്വഭാവം എന്താണ്, ഇവരൊക്കെ എങ്ങനെയാണ്, ഇത് നോക്കണ്ടേ? അത് നോക്കണമെങ്കിൽ ഫസ്റ്റ് ഐ നീഡ് ടു ലവ് മൈ സെൽഫ്. എനിക്ക് എന്നോട് തന്നെ we do commitment and dedications and care for other people. Do you have commitment to yourself? Oh, self-commitment, self-care. Show genuine interest to yourself rather than showing all this interest to other people first. Just show genuine interest to yourself. ഇതെല്ലാം നിങ്ങളുടെ ഓരോ കാര്യത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പോൾ ഇതിനകത്ത് വരുന്നില്ല, ഡിവോഴ്സ് കൊടുക്കുക എന്നുള്ളതേ നമ്മുടെ കയ്യിൽ നിന്നുമുള്ള വൃത്തിയുള്ളൂ. സാൻസ, കേസ് സോൾവ് ആക്കാൻ പുള്ളി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുമിച്ച് എൻ്റെ വീട്ടിലാണ്. പുള്ളിക്ക് എന്നെ പുള്ളിയുടെ ഫാമിലിയിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് സേഫായി തോന്നുന്നു. ആരാണ് കൺഫ്യൂസ്? എന്തിനാ ഇതൊരു കൺഫ്യൂഷൻ? നമുക്ക് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ നിൽക്കുക. പുള്ളി ചിലപ്പം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മളെ കൂടുതലായിട്ട് നമ്മളുടെ മേളിൽ കൺട്രോൾ കൊടുക്കാനാണോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. സോ ഇറ്റ്സ് അപ് ടു യു ഹൗ യു വാണ്ട് ടു വേർ യു വാണ്ട് ടു ലവ്. നാസർ, നെക്സ്റ്റ് വീക്ക് ലൈവ് ഉണ്ടാകുമോ? അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. നെക്സ്റ്റ് വീക്ക് ലൈവ് ഉണ്ടാകത്തില്ല, 2 weeks ലൈവ് ഉണ്ടാകത്തില്ല. നമുക്ക് ന്യൂ ഇയറിന് കഴിഞ്ഞിട്ട് വരുന്നത്, എനിക്കൊന്ന് 3rd ജാനാന്ന് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ലൈവ് ഉണ്ടാകുക 2025. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും, ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ഹാപ്പി ന്യൂ ഇയർ മെസ്സേജസും ഹാപ്പി ക്രിസ്മസ് മെസ്സേജസും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും വീഡിയോയിലൂടെ. താങ്ക് യു നാസർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. റോണി, അഫെയർ മറച്ചു വെച്ച ഭർത്താവിനെ കൊന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഓസ്ട്രേലിയയിലുള്ള ഒരു മലയാളി സ്ത്രീ. കല്യാണത്തിന് മുമ്പ് അഫെയർ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? എന്തൊക്കെ റെഡ് ഫ്ലാഗ്? എന്തിനാണ് ഈ കല്യാണത്തിന് മുമ്പ് അഫെയർ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുന്നത്? കല്യാണത്തിന് മുമ്പല്ലേ അത്? കല്യാണം കഴിഞ്ഞിട്ട് അഫെയർ ഉണ്ടോ എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്? Why should you bother about my husband or my wife had an affair before marriage? ഞാൻ എൻ്റെ UK അങ്ങനെയുള്ള ബ്രിട്ടീഷേഴ്സ് അങ്ങനെയായിട്ടുള്ള എനിക്ക് ഒത്തിരി പേര്, ഞാൻ പറയല്ലോ, ഞാൻ മെനി നാഷണാലിറ്റീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഡീൽ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി വാല്യൂസ് ആൻഡ് കൾച്ചറിനെ പറ്റിയുള്ള കോൺവെർസേഷനിൽ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സൂസൻ, വി ആർ ഓൾസോ ഹാവിങ് ദ
the best culture, the best family values. Don't think that we are different from your kind of cultures. The same cultures are same. We need to be genuinely interested in our partner and our kids and the family and the family like കെട്ടുറപ്പുകളും അതും ഇതും എല്ലാം അതുപോലെ തന്നെയാണ്. ട്രസ്റ്റ്, രണ്ടുപേരുടെ മേലുള്ള ട്രസ്റ്റ്, അതുപോലെ തന്നെ വിശ്വാസം, എല്ലാ സാധനവും അതുപോലെ തന്നെയാണ്. പക്ഷെ ഒറ്റ കാര്യത്തിൽ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസമുള്ളത്. അപ്പം ഞാനിങ്ങനെ അതേത് കാര്യത്തിലാണെന്നിങ്ങനെ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ വിവാഹത്തിന് മുമ്പ് നമ്മുടെ പാർട്ട്ണർ എന്ത് ചെയ്തു എന്ന് നോക്കത്തില്ല, വിവാഹത്തിന് ശേഷം എന്നോട് അവർ കമ്മിറ്റഡ് ആണോ എന്നാണ് നോക്കുക. നിങ്ങൾ വിവാഹത്തിന് മുന്നേ വരാൻ പോകുന്ന പാർട്ട്ണറോട് മാത്രം കമ്മിറ്റഡ് ആണോ എന്ന് നോക്കുന്ന ആളാണ്. അപ്പം ഒരു അഫെയർ ഉണ്ടാകുക എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് ഉണ്ടാകുന്നത് നമുക്ക് മാറ്ററേ അല്ല. വിവാഹത്തിന് ശേഷം ആ അഫെയർ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അയാൾക്ക് വേറെ ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് ഒരു മോണോഗമിയിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ്. മോണോഗമിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ എത്തിക്കൽ മോണോഗമിയുണ്ട്, നോൺ എത്തിക്കൽ മോണോഗമിയുണ്ട്. എത്തിക്കൽ മോണോഗമിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതാണ് നോക്കണം. അതിന് മുമ്പ് ഒരാൾക്ക് അഫെയർ ഉണ്ടായിരുന്നു, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ മാറ്റർ ടു യു. ബട്ട് ദിസ് ഇസ് ആഫ്റ്റർ മാരേജ് അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മോണോഗമിയിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റോഷ്ന മറിയം ഈപ്പൻ, ഞാൻ പഠിക്കാൻ പോയതാണ് പ്രോബ്ലം. ഞാൻ അമ്മയെ നോക്കി വീട്ടിലിരുന്നില്ല. ദാറ്റ്സ് ദ റോങ് ഐ ഡിഡ്. നൗ ഹീ ഈസ് സെറ്റിൽഡ് ആൻഡ് ഗെറ്റ് പെർമനൻറ്റ് ജോബ് ആൻഡ് നൗ ഹീ വന സെപ്പറേഷൻ ഫോർ ഗെറ്റിംഗ് ന്യൂ മാരേജ്. ഇതൊക്കെ നമ്മൾ നോക്കേണ്ടിടൂ. നമ്മുടെ ലൈഫ് നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഇരിക്കണം. അതില്ലെങ്കിലാണ് വേറൊരാൾ വന്നിട്ട് നമുക്കിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. മാരേജ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലേക്ക് നമ്മുടെ തല കൊടുത്തിട്ട് താൻ എങ്ങനെ വേണമെങ്കിലും ഞെരിക്കടൂ, കഴുത്ത് എങ്ങോട്ട് വേണ്ടി തിരിക്കടൂ, അതനുസരിച്ച് എനിക്ക് നോക്കാനും എടുക്കാനും പറ്റുമെന്ന് പറയുന്ന ഒരു സാധനമല്ല മാരേജ്. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽ, ഓട്ടോണമസ്ലി ഫങ്ഷനിങ് ഇൻഡിവിജ്വൽ, coming together, respecting each other, supporting each other, caring for each other, loving each other and complimenting each other. അങ്ങനെയുള്ള വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ലൈഫാണു. അതല്ലാതെ ഈ മാരേജ് എന്ന് പറയുന്ന പോലെ ഒരുത്തിയുടെ മുകളിൽ ഇത് കൺട്രോൾ ചെയ്യുന്നു, ഒരുത്തൻ്റെ മുകളിൽ കൺട്രോൾ, അങ്ങനത്തെ സാധനം ഒന്നുമേ അല്ല. You need to understand the concept of the marriage in its right sense. അങ്ങനത്തെ ഒരു സാധനമേ മനുഷ്യനില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ ജീവിക്കും? Please, you have all the right to live your life the way you want, and if that should not abuse another person, that's all. Please make sure that you all live a very beautiful life. Okay. മരിയയുടെ കുറേ പ്രാവശ്യമായിട്ട് കയറി വരുന്നുണ്ട് മരിയ, അതുകൊണ്ട് ഞാൻ റീഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ സെയിം തിങ്. പത്മജ വിജയകുമാർ, ഇപ്പോൾ വിസ്താരമായി എന്തായിരിക്കും മജിസ്ട്രേറ്റിൻ്റെ വിധി? എനിക്ക് മനസ്സിലായില്ല അത് എന്തിനെ പറ്റിയാണ് പറയുന്നത്. നാൻസി സയ്യദ്, പത്മജ ഡിവോഴ്സ് കേസ് ആണോ കൊടുത്തത്? ഓക്കെ. Maria Khatura, I'm going divorce. Okay. Angelina 2020, എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ എനിക്ക് 2000 തരാമെന്ന്. സാൻസ, 2000 എന്തുവാ, ഇന്ത്യൻ റുപ്പീസാണോ അതോ വേറെ ഏതെങ്കിലും ഇതാണോ? If you wanted to, then you can, because mostly narcissist അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പലപ്പോഴും നമ്മുടെ പ്രോഗ്രസ്സിനെ സ്റ്റോപ്പ് ചെയ്യുകയായിരിക്കും ചെയ്യുക, നമ്മുടെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അതിനകത്ത് നമുക്ക് സാലറിയും കിട്ടത്തില്ല. അവർ ചുമ്മാ നമ്മളെ ഇട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്തോളൂ. സാൻസ, എനിക്കിപ്പോഴും പുള്ളിയെ വിശ്വാസമില്ല. പുള്ളി വല്ലാതെ മാനിപ്പുലേഷനാണ്. എൻ്റെ നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് എനിക്ക് സേഫ് എന്ന് തോന്നുന്നു. ഇപ്പോൾ കേസ് സോൾവ് ആക്കാനുള്ള പണി നോക്കുക. പുള്ളി, I don't think it is good. Okay, it's up to you. You need to wisely make a decision for yourself. When he did the wrong and he need to be compromising from his end. റഹീമ എം, ഹായ് മാം, 11 വർഷത്തെ ജീവിതം NPDയുടെ കൂടെ ജീവിച്ചു, 3 പെൺകുട്ടികൾ. ഹി വാസ് എ സെക്ഷുവൽ നാർസിസിസ്റ്റ്. ഹി സെക്ഷുവലി ഹറാസ് മീ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ചിൽഡ്രൻ. അതിനുശേഷമാണ് ഇയാളുടെ നാർസിസം ഞാൻ അറിയുന്നത്. അതൊക്കെ നാർസിസം മാത്രമല്ലടോ, അതൊക്കെ സെക്ഷുവലി ആൻറ്റി സോഷ്യലാണ് അവരൊക്കെ. that's not right. റഹീമ എം, ചീറ്റിംഗ് തെളിവും കയ്യിലുണ്ട്, സെക്ഷുവൽ ഹറാസ്മെൻറ്റ് ചെയ്ത തെളിവുകളുമുണ്ട്, കേസും പോയാൽ നഷ്ടപരിഹാരം. തീർച്ചയായിട്ടും റഹീമ, you need to go ahead with your decision to legally proceed.
PJ Mas, we live abroad. I am in no contact with NPD father-in-law, but my husband forces me to go stay in his house when he visits India. I don't want to. What should I do? You need to tell him, this is how it is, and I don't feel connected with your father or your mother. Maybe as an obligation, I can be there with the kids for a few days or a couple of days, and then I prefer to stay wherever I want to stay. You can always say that to your husband, and you need to have an agreement. He can't force him to stay in his house, or you cannot force him to stay in your house. These things won't work. Individual preferences there, individual interest, and priorities are there. Each one should respect that. മറ്റേതൊരു കൺട്രോളാണ്. നീ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുവടി കണ്ടോ എന്ന് പറയുന്ന ഒരു കൺട്രോളാണ്. ദാറ്റ് വോണ്ട് വർക്ക് ഇൻ റിലേഷൻഷിപ്പ്. എ ഗുഡ് റിലേഷൻഷിപ്പിൽ അതൊന്നും വർക്ക് ചെയ്യില്ല. Nancy said, Rahima, don't leave your children with your husband. Yeah. Rashmi Madhuri, what are the reasons used for a covert narcissist? Financially, I'm trapped. He is broke in business. Now I am scared. I have a special child, and what is the chance for getting alimony if he is broke? വലിയ പാടാണ് രശ്മി അലിമനി ഫീസ്. കണ്ടോ, പ്രത്യേകിച്ച് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും വെൽത്തും അതും ഇതും എല്ലാം നോക്കും. പക്ഷേ ഫിനാൻഷ്യലി യു ആർ ട്രാപ്ഡ് എന്ന് പറയുമ്പോഴത്തേനും തൻ്റെ ഫൈനാൻസസ് എടുത്ത് അയാൾ ഉപയോഗിച്ച് അതൊക്കെ തനിക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. പക്ഷെ അതല്ലെങ്കിൽ it's a difficult thing, but you can try always through the legal system. Nasser, മാം, നാട്ടിൽ ഇപ്പോൾ വരും മീറ്റപ്പ് പ്രോഗ്രാം റീസെൻ്റ്ലി ഉണ്ടാകുമോ? മീറ്റപ്പ് പ്രോഗ്രാം 2025 നമ്മൾ പ്ലാൻ ചെയ്യുന്നു. മേ ബി ഫെബ്രുവരി മാർച്ച്, റൈറ്റ്? സോ വി ആർ പ്ലാനിങ് സംതിങ് ലൈക്ക് ദാറ്റ്. നോക്കാം എന്നത്തേക്കാണെന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്യണം. എഞ്ചിന് 2024 ട്രോമ തെറാപ്പിയിൽ എന്തൊക്കെയാണ് ട്രോമ തെറാപ്പിയിൽ ട്രോമയെ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എത്രമാത്രം നിങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ പുറത്ത് കൊണ്ടുവന്ന് അതിനകത്ത് നിന്ന് ഹീൽ ചെയ്തിട്ട് you are making you capable of living a normal and confident and healthy life. അതാണ് വരുന്നത്. ജിസ്മോൾ, ഹായ് മാം. ഹായ് ജിസ്മോൾ. ജയലക്ഷ്മി, ഞാനും മീറ്റപ്പ് നോക്കിയിരിക്കും. അയ്യോ, വെൽക്കം മൈ ഡിയർ. Nancy said, advanced happy Christmas to Susan ma'am, advanced happy Christmas to you, advanced happy new year to you all. Angelina 2025 മീറ്റപ്പിനെ പ്രൊസീജിയർ എന്തൊക്കെയാണ്? അത് നിങ്ങളെ അറിയിക്കും കേട്ടോ. നിങ്ങൾ യു ഹാവ് ടു നേരത്തെ തന്നെ അത് രജിസ്റ്റർ ചെയ്യണം. അതെല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഇതിനകത്തൂടെ അനൗൺസ് ചെയ്യുന്നതാണ്. അതനുസരിച്ച് 1 month ബിഫോർ നമ്മൾ അനൗൺസ് ചെയ്യും. അതിൻ്റെ ഡേറ്റ്സും ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ അത് ചെയ്യും. വളരെ പ്രൊഫഷണലി തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണത്. ജിസ്മോൾ, താങ്ക് യു മാം. എന്താണ് നാർസിസിസ്റ്റ് എന്ന് മാഡത്തിൻ്റെ വീഡിയോസ് വഴിയാണ് ഞാൻ മനസ്സിലാക്കിയത്. ബട്ട് ഇടയ്ക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനാണ് നാർസിസ്റ്റ് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഹൈ ഫങ്ഷനിങ് നാർസിസിസ്റ്റിനും നമുക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. നമ്മളാണോ അതിനകത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. അഭി, ഗുഡ് നൈറ്റ് മാം ആൻഡ് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. ഗുഡ് നൈറ്റ് ആൻഡ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. എനിക്ക് തോന്നുന്നത് ഓക്കെ, വേറൊന്നും വരുന്നുണ്ടല്ലോ. PJ Max, hello. During counseling, do therapists point out if someone is wrong, or is it normal that they don't comment and be quiet? My husband say our therapist supported him as she didn't say that he was wrong. ഒരു തെറാപ്പിസ്റ്റിന് നല്ല ധൈര്യം വേണം. നാർസിസിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേനും she should be able to tell them, not directly but in a very assertive way, that what went wrong and how went wrong, and not pointing fingers at the person but at the behavior that has happened and how things should happen എന്നുള്ളത് പറയാനും അതിനകത്ത് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയും ചെയ്യണം where it went wrong എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല തെറാപ്പിസ്റ്റുകളും ഓക്കെ ഐ ഹെൽപ്പ്, അത് കൗൺസിലിംഗ് ആണ് മോസ്റ്റ്ലി വെരി കംഫർട്ടബിൾ രീതിയിൽ കൊണ്ടുപോകുന്നത്. when it comes to a very strong transformation therapist, and they just on the face they say what is what, and it has to be said, right? Nancy said, happy Christmas and prosperous New Year to all good people here. Yes.
Movie edits. Functional narcissism. Nalladano functional narcissism is the best narcissism. You need to have functional narcissism in you. Both through the 15th. We need to have the courage. Courage for what, my dear? Courage for everything, yeah? Bobby, Doobie, ma'am, you have helped me a lot, ma'am. Very grateful for the work you do. Thank you very much, my dear. Keep going strong. 2024 is going to be over in a couple of weeks and we are entering into 2025. We need to have a best year ahead and many years ahead. 2025 will all decisions that come to make our dreams come true. Manifest things that should come to us in good ways. And then namakku nalloru Christmas, nalla seasonal greetings to you all. Be happy, love yourself, and always keep these two things in your mind. Your life is your responsibility and your life is your pride, and be the proud person who you are, and strongly build yourself and live a happy life. Okay, yeah. Dobi Samabi Baudi. Hi, mom. Husband is a religious narcissist. He is blocking my daughter's education, saying rules, and should I do? He isn't even spending for education. He does not. Isn't even spending for. You need to keep, if religious people are religious ആൾക്കാരെ കൊണ്ട് ചിലപ്പോൾ സംസാരിച്ചിപ്പിച്ചാൽ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ മേളിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആരെ കൊണ്ടെങ്കിലും അതല്ലെങ്കിൽ you need to find a way to give the education to the kids, or go to the legal system. Because basic need again Supreme Court ഇതിനകത്ത് പറയുന്ന basic requirement of husband and kids must be met by the husband. അതങ്ങനെ നമുക്ക് നേടിയെടുക്കാം. മൂവി എഡിറ്റ്സ്. മാം, ഒരു ഡൗട്ട്. NPD ട്രേറ്റ്സ് ഫങ്ഷണൽ നാർസിസം മാറ്റാൻ കഴിയുമോ? പോസിറ്റീവ് നാർസിസം ഏതൊക്കെയാണ്? അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ദർ ഇസ് എ ഹൈ ഫങ്ഷൻ നാർസിസത്തെ പറ്റിയുള്ള വീഡിയോ ഉണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ്. Baby, hi mom, happy Christmas and prosperous New Year. Thank you, you too, baby. Do be hugging and Bosi through the 15th. Thank you, Vivek, VB. Hi madam, Bosi through the 15th. Happy Christmas. Selena, thank you. എല്ലാവർക്കും happy Christmas. So 2024 ക്രിസ്മസ് വിസിറ്റ് എല്ലാവർക്കും നേരുന്നു. പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുമ്പോൾ 2025 ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. പക്ഷേ അഗെയിൻ മൈ വീഡിയോസ് വിൽ കം ഫോർ വിഷിംഗ് യു ഓൾ ദീസ് സീസണൽ വിഷസ് ആൻഡ് ഫോർ ദ ന്യൂ ഇയർ. റോണി എൻ്റെ കമൻറ്റ് വായിച്ചില്ല മാം. റോണിയുടെ കമൻറ്റ് വായിച്ചില്ലേ? ജസ്റ്റ് ചെക്ക് റോണീസ് കമൻറ്റ്. ഇസ് ദർ എനിത്തിങ് റോണി ന്യൂ? ഐ ഹാവ് സീൻ എനിത്തിങ് റോണി. എവിടെ? റോണി, അഫെയർ മറച്ചു വെച്ച ഭർത്താവിനെ കൊന്നവരുണ്ട്. അതാണല്ലോ, കല്യാണത്തിന് മുമ്പ് അഫെയർ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? പറഞ്ഞു. ഐ റെഡ് ദാറ്റ് റോണി, ഐ റെഡ് ദാറ്റ് ആൻഡ് ഐ സ്പോക്ക് അബൌട്ട് ഇറ്റ്. യു ഡോണ്ട് ഹാവ് ടു നോ അബൌട്ട് ദ പ്രീവിയസ് വൺ. ഞാൻ പറഞ്ഞു, സാധാരണ ഫസ്റ്റ് ടേണേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെന്താ? ഐ ഡോണ്ട് സീ എനിത്തിങ് എൽസ് ഹിയർ റോണി. ഓക്കെ. Nasser, Bosi through the 15. Hi Nasser, good night mom. Thank you very much for your valuable words. You're welcome. Look up. Where? JD Mindia. Mom, recently I noticed your videos. I started watching your videos for my personal improvement. A boy just turned 18. My main problem is most of the people are using for me for their own benefit. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഓൺ ബെനിഫിറ്റിനാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സോ ജസ്റ്റ് യൂസ് യുവർ സെൽഫ് ഫോർ യുവർ ബെനിഫിറ്റ്. ആൻഡ് ദെൻ ഇഫ് യു തിങ്ക് ദാറ്റ് ദർ ഇസ് സംബഡി ഹു നീഡ്സ് ജെനുവിൻ ഹെൽപ്പ്, അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ. ബോസിലെ നാസ്, ഗുഡ് നൈറ്റ് മാം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ മെസ്സേജസ്. ഗുഡ് നൈറ്റ് Ruby. അടുത്ത ആൾ പ്രസീത KV. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് മാം. താങ്ക് യു ഫോർ യു പ്രസീത. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. രഞ്ജിനി സജിമോൻ, ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫ് ഹസ്ബൻഡിനെ ഫിനാൻഷ്യലി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നല്ലപോലെ പിടിക്കേണ്ടതാണ്. അദ്ദേഹം അവരുടെ അടിമയാണ്. ദാറ്റ്സ് എ പ്രോബ്ലം. എൻ്റെയും മോൻ്റെയും ജീവിതം പ്രശ്നത്തിലാണ് മാം. യെസ്, അത് അവരുടെ കുഴപ്പമാണ്.
അവരുടെ ചെടുത്തിയായ നാർസിസിസ്റ്റ് തൻ്റെ ഹസ്ബൻഡിനെ കയറി പിടിച്ചതുകൊണ്ടായിരിക്കാം. Okay, JB India, is there any tips for me to improve my mental health? Always comes up negative thoughts, even if it is a positive matter. How can I overcome it? അത് നമ്മൾ കുറച്ച് റൂമിനേഷനും അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കാം. Negative thoughts, handling negative thoughts അല്ലേ? Maybe I will do a video on that. Just can you note it down? Handling the negative thoughts, even if there is positive things comes, we will discuss it in a video. But it's a lot to discuss. That's why. Basil's career, good night dear madam, and advance happy Christmas and happy new year. Thank you Basil, and to you too, advance happy Christmas and happy new year, and a prosperous one for all of you, and a better, peaceful and happy and progressive one to all of you. Shija Bibi, hi ma'am, thank you very much ma'am. In the video ആണ് എൻ്റെ മോളെ രക്ഷിച്ചത് ഒരു നാർസിസിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന്. വെൽക്കം മൈ ഡിയർ ഷീജ, ഐ എം സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. കീപ് ഗോയിങ് സ്ട്രോങ്. പറയുക മോളോട്. ജിസ്മോൾ മാം, നാർസിസിസ്റ്റ് ആണോ എന്നറിയാൻ എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് ഉണ്ടാകുമോ? നാർസിസിസ്റ്റ് ആണെന്നറിയാൻ there are a lot of psychometric analysis. നിങ്ങൾ ചിലപ്പം ചുമ്മാ കയറി നമ്മുടെ ഓൺലൈനിൽ പോയി നോക്കിയാലും ചില സിമ്പിൾ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ കിട്ടും. അത് ചെയ്തൊന്ന് നോക്കിയാലും ചിലപ്പോൾ നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇറ്റ്സ് നോട്ട് വാലിഡേറ്റഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് ഗിവിങ് ആൻ ഐഡിയ അബൌട്ട് ഡു ഐ ഹാവ് സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു നാർസിസിക് ട്രേറ്റിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് അതൊക്കെ ചിലപ്പം ഹെൽപ്പ് ചെയ്യും. Bossy to the 15, that guy need to detach himself from everyone and love himself. Yes, ആരെ പറ്റിയാണ് പറയുന്നത്? JD India. Yes, definitely detach, self love definitely വേണം നമുക്ക്. Okay. ഓക്കെ, എന്താ മൂവി എഡിറ്റ്സ് NBD ട്രേറ്റ്സ് ഫങ്ഷണൽ നാർസിസത്തിലേക്ക് മാറ്റാൻ കഴിയുമോ? യെസ്, മാറ്റാൻ കഴിയും, നല്ലതുപോലെ കഴിയും. പക്ഷേ NBD ട്രേറ്റ് ഉള്ള ആൾ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിരിക്കണമെന്ന് മാത്രം. I couldn't open your website. Just check, is there any problem in the website? Sometimes അതിനകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകും. ബട്ട് വെബ്സൈറ്റ് മോസ്റ്റ്ലി you can open. Is it? In half an hour the a website will be up. It is something down. That's why I said no. Sometimes നിങ്ങൾ എടുക്കുന്ന ഇതും ചിലപ്പോൾ സബ്മിറ്റ് ചെയ്ത ഇത് കിട്ടാതെ വന്നതും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. Just in half an hour you can get my website up. It's something happened there. Bosses to the a small advice. Yeah, it is a good advice. Roni, aliensൽ വിശ്വാസമുണ്ടോ? ഇവിടെ ന്യൂ ജേഴ്സിയിൽ ഒരുപാട് UFOസിനെ കണ്ടതായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. UFOസിനെ അതെന്തുമാകാമല്ലോ, നമ്മൾ പല കാര്യങ്ങളും നമ്മളും അങ്ങോട്ട് മുകളിലേക്ക് വിട്ടിട്ടുണ്ടല്ലോ പല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാരണങ്ങളും ആകാം. നോക്കാം, നമുക്ക് ഏലിയൻസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡികളുമൊക്കെ ഉണ്ട്. അൺടിൽ സംതിങ് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ വരാതെ നമുക്ക് ഇതിലേക്കൊന്നും വിശ്വാസം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പ്രസിദ്ധ KV, I just want to meet ma'am, not to discuss anything but to give you shake hand and hug. Like you. Yeah, you can. When it is in the meet and greet program that is going to happen, you can definitely meet me, and we can exchange love and good respectful vibes we can have. Bosses to the 15, love you ma'am, love you too, take care. Nancy Syed, alien flying monkeys, which alien flying monkeys, I loved it. Okay, alien flying monkeys, that's so cool. Nancy, thanks for it. 2024 നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട്, but such a nice comment. I loved it. Alien flying monkeys വിശ്വാസമുണ്ട്. And thank you for all support and your love, and I'm so overwhelmed with happiness and pleasure. And I'm so thankful to you for making myself learn more, bring new things to you to learn, and through that I am also learning, I am also progressing. So thank you for helping me to lead a progressive life. And as I always say, peace, happiness and progress should be our mantra. And your life is your responsibility, and your life is your pride. Always make sure and never abuse anyone, never self-abuse, never take abuse. So that should be your life. And happy Christmas, and I
Wish you a very happy and prosperous new year too. Take care.